എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഹരിപ്രസാദാണ്. ഇന്ന് നമ്മൾ ജൂലൈ മാസം 1-ാം തീയതി മുതൽ ജൂലൈ മാസം 30-ാം തീയതി വരെയുള്ള ജ്യോതിഷ ഫലങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. സാധാരണഗതിയിൽ നമ്മളങ്ങനെ ഫലം പറയുന്ന വീഡിയോ ചെയ്യാറില്ല. നമ്മൾ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ എല്ലാ വീഡിയോസും ആദ്യം മുതൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ എന്താണ് പറയുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളെ ജ്യോതിഷപരമായിട്ട് നോക്കുന്നതിന്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ജാതകം പരിശോധിക്കുന്നതിനും ജാതകത്തിലെ സ്ഥിതിവിവരങ്ങൾ സ്വന്തമായിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനും അറിവ് നേടുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ വീഡിയോസുകൾ ചെയ്യുന്നത്. ആദ്യമായൊരു കാര്യം പറയുന്നു. നമ്മുടെ ചാനൽ നമ്മുടെ ക്ഷേത്രത്തിൽ, ഞാൻ ജോലി ചെയ്യുന്ന ക്ഷേത്രത്തിൻ്റെ ചാനലാണ് ഇത്. അവിടുത്തെ ശമ്പളം വാങ്ങിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിനകത്തൊന്നും സാമ്പത്തികമായിട്ടുള്ള വരുമാനമില്ല. ഇതിൻ്റെ അകത്ത് പരസ്യം വരുന്നുണ്ടെങ്കിൽ അത് യൂട്യൂബ് ഇടുന്ന പരസ്യമാണ്, നമ്മളുമായിട്ട് ബന്ധമില്ല. ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു ചാനലായിട്ടാണ് നമ്മുടെ ചാനൽ വന്നിരിക്കുന്നത്. വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത് എന്നുകൊണ്ടായിരിക്കാം, ആളുകൾക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം. എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ഞങ്ങൾ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നത് നിങ്ങളോടെല്ലാവർക്കും ഞങ്ങൾക്ക് നന്ദിപരസരമായിട്ട് നിങ്ങളോട് ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. കാരണം നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റുകളും, രണ്ടാമത് നിങ്ങൾ കാണുന്ന ഈ വീഡിയോസിൻ്റെ വ്യൂസും, ഇതെല്ലാം ഇതിനകത്ത് അറിയാൻ പറ്റും. എത്ര പേര് കണ്ടു, എത്ര മണിക്കൂർ കണ്ടു എന്നൊക്കെ നിങ്ങൾ എത്ര വ്യക്തിപരമായി അറിയാനൊക്കത്തില്ല, അതിനകത്തൊരു കണക്കുണ്ടാകും. ആ കാണുന്നത് കൊണ്ട് ഞങ്ങൾക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട്. കാരണം ജ്യോതിഷപരമായിട്ട് ആളുകൾക്ക് എന്തൊക്കെയാണ് അവർക്ക് അറിയേണ്ടത്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് പറഞ്ഞു തരുന്നത്. പ്രധാനമായിട്ട് ഞാനൊരു കാര്യം പറയാം. ഈ ലോകത്ത് മനുഷ്യനല്ലാതെ വേറൊരു ജീവിയും അതിൻ്റെ കുഞ്ഞുങ്ങളെ ഒരുപാട് കാലം കൊണ്ടുനടന്ന് പോറ്റി വളർത്തി കൊണ്ടുപോകത്തില്ല. ഒരു പൂച്ച പോലും, നിങ്ങളുടെ വീട്ടിലുള്ള പൂച്ച പോലും ഒരു 3 മാസം പോലും തികച്ച് അവരുടെ കുഞ്ഞിനെ നോക്കത്തില്ല. അത് കഴിഞ്ഞാൽ പിന്നെ അവർ സ്വയം വേണമെങ്കിൽ ഇര തേടി ജീവിച്ചോണം. അതുകൊണ്ടാണ് ഞാൻ പൊതുവെ ഫലം പറയുന്ന വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ ഈ ഫലം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ഫലം കേട്ടിട്ട് എന്ത് കാര്യം? ഫലം പറയുക എന്ന് പറയുന്നത് നിങ്ങളുടെ ജാതകത്തിൻ്റെ അവസ്ഥ, ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി, ഇത് രണ്ടും നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പം ഞാനിവിടെ വരച്ചിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേഷൻ ജ്യോതിഷപരമായിട്ട് ലോകത്ത്, ഭൂമിയിൽ അല്ലെങ്കിൽ ആകാശമണ്ഡലത്തിൽ ഗ്രഹങ്ങൾ എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് കുറിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഭൂമിയായിട്ട് നിങ്ങൾ സങ്കല്പിക്കണം. ഈ കോളം ഇവിടെ വേറെ ഗ്രഹങ്ങളൊന്നും എഴുതിയിട്ടില്ല. ഈ കാണുന്ന ഈ 12 കളം എന്ന് പറയുന്നത് നമ്മുടെ ആകാശമണ്ഡലമാണ്. അതിൽ അങ്ങനെ കണക്ക് കൂട്ടിയിട്ടാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഈ ഭൂമിയുടെ ഏത് ഭാഗത്താണ് ഈ ഗ്രഹസ്ഥിതികൾ നിൽക്കുന്നത് എന്നുള്ള ഒരു അടയാളപ്പെടുത്തലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവത്തില്ലെങ്കിലും, ചില ആളുകൾക്ക് ഇത് മനസ്സിലാവത്തില്ലെങ്കിലും, ഒത്ര അറിഞ്ഞുകൂടാത്തവർക്കും ഇത് മനസ്സിലാവുന്ന രീതിയിലാണ് ഇന്ന് നമ്മൾ ആ എല്ലാ വീഡിയോയും ചെയ്യുന്നത്. ഇന്ന് പ്രത്യേകമായിട്ട് ഞാൻ തീരെ അറിയാൻ വയ്യാത്ത ഒരാൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലുള്ള ജ്യോതിഷ ഫലമാണ് ഇന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ ജൂലൈ 1 മുതൽ ഓരോരുത്തർക്കും വരുന്ന ഫലങ്ങളെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സാധാരണ അത് ചെയ്യാറില്ലാത്തതാണ്, എൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. കാരണം അശ്വതി ഭരണി കാർത്തിക കാലുകാർക്ക് ഈ മാസം വളരെയധികം നല്ലതാണ്. വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം, പിന്നെ ആധാരം എഴുതുമ്പം സൂക്ഷിക്കണം, പഠിക്കുന്ന കുട്ടികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇങ്ങനെയൊക്കെ നമ്മൾ പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? അങ്ങനെയല്ലേ പറഞ്ഞിട്ട് എന്ത്? അങ്ങനെയാണല്ലോ എല്ലാ വീഡിയോസ് ചാനലും ഇങ്ങനെ തന്നെയാണല്ലോ കിടക്കുന്നത്. പഠിക്കുന്ന കുട്ടികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ അവർ പഠിക്കാൻ പോകുന്നത്? പഠിക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. വണ്ടി ഓടിക്കുന്നവർ സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം എന്ന് പറയേണ്ട കാര്യമേ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത്. അങ്ങനെ പറഞ്ഞ് വീഡിയോ എടുക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. എങ്കിൽ പോലും ഇന്ന് നമ്മൾ പറയുന്നത് ജ്യോതിഷ ഫലം തന്നെയാണ് പറയുന്ന വീഡിയോ. അത് എന്താണ് എന്നുള്ളത് വ്യക്തതയോടുകൂടി നിങ്ങൾ മനസ്സിലാക്കിയാൽ അടുത്ത മാസത്തെ രാശി പകർച്ച എങ്ങനെയാണ് വരുന്നതെന്ന് ഒരു കലണ്ടറിൽ അല്ലെങ്കിൽ ഒരു പഞ്ചാംഗത്തിൽ ഇനി വരുന്ന രാശി പകർച്ച, ഈ വരുന്ന മിഥുനമാസമാണ്, കർക്കിടക മാസം വരാൻ പോവുകയാണ്. അപ്പം ജൂലൈ മാസം ഏകദേശം ജൂലൈ 15-ാം തീയതിയോടുകൂടി സൂര്യൻ കർക്കിടകത്തിലോട്ട് മാറുന്നുണ്ട്. ജൂലൈ മാസം 27-ാം തീയതിയോടുകൂടി 26-ാം തീയതിയോടുകൂടി ശുക്രൻ മിഥുനൻ രാശിയിലോട്ട് വരുന്നുണ്ട്. ലക്ഷ്മി നാരായണ യോഗം സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബുധൻ ചിങ്ങത്തിലോട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ചൊവ്വ കന്നിയിലേക്ക് മാറുന്നുണ്ട്. ഈ ഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ മാറി വരും. ഓരോ മാസം കഴിയുമ്പോഴും 1.5 മാസത്തോടുകൂടി ചൊവ്വ മാറി വരും, ഒരു മാസത്തിൽ ബുധൻ മാറി വരും, ഒരു മാസത്തിൽ ശുക്രൻ മാറി വരും, ചന്ദ്രൻ 2 ദിവസം കൂടുമ്പോൾ മാറി വരും, ഗ്രഹങ്ങൾ മാറി വരും. പ്രധാനമായിട്ട് ഒരു സ്ഥലത്ത് നിലയുറപ്പിച്ച് നിൽക്കുന്നത് ഇപ്പം ശനിയാണ്, വ്യാഴമാണ്, രാഹുകേതുക്കളും ആണ്.
ഏറ്റവും കൂടുതൽ നിലയുറപ്പിച്ച് നിൽക്കുന്നത്. അതാദ്യം നിങ്ങൾ ജ്യോതിശാസ്ത്രപരമായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രഹനില എടുത്ത് വെച്ചിട്ട് ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കളം വരയ്ക്കണം. ഒരു കളത്തിൽ നിങ്ങളുടെ ഗ്രഹനില അതിനകത്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കളം വരയ്ക്കണം, 12 കളം വരയ്ക്കണം. 12 കളം വരച്ചിട്ട് നിങ്ങൾ എങ്ങനെ ഓരോരോ കളമായിട്ടല്ല വരയ്ക്കുന്നത്. ഒരു കളം വരയ്ക്കാൻ ഞാൻ പഠിപ്പിച്ചു തരാം. ആദ്യം നമ്മളൊരു ബോക്സ് വരയ്ക്കുക. ഇതിനെ ഈ മേടിയിൽ നിന്ന് ഇങ്ങോട്ടൊരു വര, ഇങ്ങോട്ടൊരു വര, ഇവിടുന്ന് ഇങ്ങോട്ടൊരു വര, ഇങ്ങോട്ടൊരു വര, പിന്നെ ഈ നാല് കളവും ഒന്നിപ്പിച്ച് കൂട്ടി ചോദിപ്പിച്ച് കഴിഞ്ഞാൽ 12 കളമായി. കണ്ടോ? എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളൊരു പേനായും പേപ്പറും എടുത്തിട്ടൊരു പേപ്പറിൽ നിങ്ങൾ വരയ്ക്കണം. അപ്പോൾ ജ്യോതിഷം പഠിക്കുന്ന സമയത്ത് ഒരുപാട് ശ്ലോകങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പം ഞങ്ങളെ പഠിപ്പിക്കുന്ന ആചാര്യം പറയും, നിങ്ങൾ അവിടെ ഉണ്ട്, ബുക്കിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ എഴുതണം. അപ്പോൾ എഴുതിയാൽ എന്താ ഗുണമെന്നുള്ളത് ശരിയാണ്. ആചാര്യം പറഞ്ഞത് ശരിയാണ്. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകേരം, തിരുവാതിര, പുണർതം എന്നുള്ളത് നമ്മുടെ ഗ്രന്ഥത്തിലുണ്ട്. അത് വായിച്ചിട്ട് കാര്യമില്ല. ഞാനൊരു പേപ്പറിൽ എഴുതണമെന്ന് പറയും ആചാര്യൻ. അത് എന്തിനാന്ന് ചോദിച്ചാൽ അത് എഴുതി കഴിയുമ്പോഴാണ് എൻ്റെ ഗുണം മനസ്സിലാവുന്നത്. ഇപ്പോൾ ഈ പാട്ട് പോലെ നമുക്ക് പറയാൻ പറ്റും. അശ്വതി, ഭരണി, കാർത്തികകാലം, ഇടക്കൂറ്, കാർത്തിക മുക്കാല്, രോഹിണി, മകേരത്തര, ഇളവക്കൂറ്, അതുപോലെ മകേരത്തരയും തിരുവാതിരയും പുണർതത്തിൽ മുക്കാലും മിഥുനക്കൂറ്, ഇങ്ങനെ പോകും. അപ്പം ഈ ജ്യോതിശാസ്ത്രപരമായിട്ട് ഇതെന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങളിത് മനസ്സിലാക്കണം. ജ്യോതിഷ ഫലം പറയുന്ന വീഡിയോയിൽ ആദ്യം നിങ്ങളുടെ ഇങ്ങനൊരു ഗ്രഹനില എഴുതി വെച്ചിട്ട്, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റായി പറയുന്നത്, ആദ്യം ഈ ഒരു ഗ്രഹനിലയിൽ ഇങ്ങനെ ഒരു പേപ്പറിൽ വരച്ചിട്ട് ഇതിൽ നിങ്ങളുടെ ജാതകം എഴുതണം. അതിനകത്ത് ലഗ്നം എവിടെയാണ് ഉള്ളത് എന്ന് നിങ്ങൾ അടയാളപ്പെടുന്ന ല എന്നേ കാണത്തുള്ളൂ. ലഗ്നം ഇതിൻ്റെ ചുരുക്കെഴുത്താണ് ഈ ലഗ്നം എന്നുള്ളത്. ലഗ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനിച്ച സമയത്ത് സൂര്യോദയം നടന്ന രാശി. ഇതിനെ കൊണ്ട് 12 ഭാവങ്ങളെ കൊണ്ട് ഫലസിദ്ധി പറയുന്നതാണ് ജ്യോതിഷം. അത് നിങ്ങളുടെ ഗ്രഹനില. നമ്മൾ ഇന്ന് പറയുന്നത് ചന്ദ്രനെ ആസ്പദമാക്കിയിട്ടാണ് നക്ഷത്രത്തിലെ ജൂലൈ മാസത്തിലെ ഫലം പറയുന്നത്. കാരണം നിങ്ങളുടെ ജാതകത്തിൽ ലഗ്നം എവിടെ നിൽക്കുന്നതെന്ന് നിങ്ങൾക്കേ അറിയാനൊക്കത്തുള്ളൂ. അത് നോക്കുമ്പോഴേ അറിയാനൊക്കത്തുള്ളൂ. ചന്ദ്രൻ എവിടെ നിൽക്കുന്നതെന്ന് സുഖമായിട്ട് പറഞ്ഞു തരാം. അശ്വതി, ഭരണി, കാർത്തികകാലുകാർക്ക് മേടത്തിലായിരിക്കും നിൽക്കുന്നത്. കാർത്തിക മുക്കാല്, രോഹിണി, മകേരത്തരക്കാർക്ക് ചന്ദ്രൻ നിൽക്കുന്നത് ഇടവത്തിലായിരിക്കും. മകേരത്തരയും തിരുവാതിരയും പുണർത്തത്തിൽ മുക്കാലുകാർക്ക് ചന്ദ്രൻ നിൽക്കുന്നത് മിഥുനത്തിലായിരിക്കും. പുണർത്തത്തിൽ കാലും പൂയവും ആയില്യ നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ നിൽക്കുന്നത് കർക്കിടകൻ രാശിയിലായിരിക്കും. മകം പൂരോത്തരത്തിൽ കാലുകാർക്ക് ചന്ദ്രൻ നിൽക്കുന്നത് ചിങ്ങൻ രാശിയിലായിരിക്കും. ഇനി അത് ഡൗട്ടില്ലാത്ത കാര്യമാണ്. ജ്യോതിശാസ്ത്രപരമായിട്ട് ചിന്തിക്കുന്ന എല്ലാവർക്കും ഇത് അറിയാവുന്ന കാര്യവുമാണ്. അപ്പോൾ അറിഞ്ഞുകൂടാത്തവർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അപ്പം നമ്മൾ ഇന്ന് ജ്യോതിശാസ്ത്രപരമായിട്ട് ഫലം പറയുമ്പോൾ ആദ്യം നിങ്ങളിങ്ങനെ ഒരു കളം വരയ്ക്കണം. തൊട്ടപ്പുറത്ത് വേറൊരു കളവും ഇതുപോലെ വരയ്ക്കണം. ഇതെന്തിനാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതകത്തിലെ സ്ഥിതി ഇവിടെ എഴുതണം. ആകാശമണ്ഡലത്തിൽ ഇപ്പോൾ ഗ്രഹസ്ഥിതി എവിടെ നിൽക്കുന്നു എന്നും കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് പറയുന്നത് എന്താണ്? അശ്വതി, ഭരണി, കാർത്തികകാല്, മേടക്കൂറുകാർ, നമുക്ക് ഇപ്പോൾ ശുക്രൻ ഇവിടെയാണ് നിൽക്കുന്നത്. ശുക്രൻ ഈ വരുന്ന 29-ാം തീയതി ശുക്രൻ ഇങ്ങോട്ട് മാറുവാണ്. ജൂൺ 29-ാം തീയതി ശുക്രൻ ഇങ്ങോട്ട് മാറുവാണ്. ഇങ്ങോട്ട് ജൂൺ 29-ന് ശുക്രൻ ഇടവത്തിലോട്ട് മാറുവാണ്. ഇടവം, അതായത് നാളെ മറ്റന്നാളെ. അപ്പം ഞാനിപ്പോൾ ശുക്രൻ നിൽക്കുന്ന രാശിയിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അശ്വതി, ഭരണി, കാർത്തികകാലുകാർ ഇവിടെ എഴുതി വെക്കണം. എനിക്ക് ധനസ്ഥാനത്തോട്ട് ശുക്രൻ മാറുന്നു എന്ന് ജൂൺ 29-ാം തീയതി. അപ്പം കാർത്തിക മുക്കാല്, രോഹിണി, മകേരത്തരക്കാരൻ എന്ത് എഴുതി വെക്കണം? എനിക്ക് ജന്മത്തിലേക്ക് വരുന്നു ശുക്രൻ. അശ്വതി, ഭരണി, കാർത്തികകാലുകാരൻ എഴുതി വെക്കണം, എൻ്റെ 3-ാം ഭാവമായിട്ടുള്ള കുടുംബസ്ഥാനവും ഗൃഹസ്ഥാനം, കുടുംബസ്ഥാനം, സഹോദരസ്ഥാനത്ത് ആര് നിൽക്കുന്നു? സൂര്യനും നിൽക്കുന്നു, വ്യാഴവും നിൽക്കുന്നു. സൂര്യൻ ഈ വരുന്ന മിഥുനമാസം ജൂലൈ മാസം 15-ാം തീയതി കർക്കിടകത്തിലോട്ട് മാറുകയും ചെയ്യും. എൻ്റെ അപ്പോൾ 4-ാം ഭാവത്തിലേക്ക് ആര് മാറുന്നു? സൂര്യൻ മാറുന്നു എന്ന് ഈ അശ്വതി, ഭരണി, കാർത്തികകാലുകാർ എഴുതി വെക്കുന്നു. എന്തിനാ തിരുമേനി അത് എഴുതി വെക്കുന്നത്? എന്തിനാ ഹരിപ്രസാദ് അത് എഴുതി വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിലാണ് നിങ്ങൾക്ക് ജ്യോതിഷം ഫലം നിങ്ങൾക്ക് അടുത്ത മാസങ്ങളിൽ നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെയും പറയേണ്ട കാര്യമില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ജന്മത്തിലോട്ട് വരുന്നു സൂര്യനും വ്യാഴവും. ഇപ്പം ഞങ്ങൾക്ക് 2-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്, ധനസ്ഥാനത്താണ് നിൽക്കുന്നത്. ധനസ്ഥാനത്തും കുടുംബസ്ഥാനത്തും വാക്കിൻ്റെ സ്ഥാനത്ത് വിദ്യാസ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് ആരെഴുതി വെക്കുന്നു? ഇടവക്കൂറുകാർ എഴുതി വെക്കുന്നു. മിഥുനക്കൂറുകാർ എന്തെഴുതി വെക്കുന്നു? എൻ്റെ ജന്മത്തിൽ, ജന്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോടൊപ്പം നമ്മുടെ കൂടെ വ്യാഴവും സൂര്യനും നിൽപ്പുണ്ട്. എനിക്ക് സൂര്യൻ ഈ വരുന്ന ജൂലൈ മാസം 15-ാം തീയതി സൂര്യൻ ഇങ്ങോട്ട് മാറും.
എൻ്റെ ധനസ്ഥാനത്ത് ഇപ്പോൾ ബുധൻ നിൽപ്പുണ്ട്. എൻ്റെ മൂന്നാം ഭാവമായിട്ടുള്ള കുടുംബസ്ഥാനത്തും സഹോദരസ്ഥാനത്തും കേതുവും ചൊവ്വയും നിൽപ്പുണ്ട്. എൻ്റെ നാലാം ഭാവത്തിൽ ഗ്രഹമൊന്നുമില്ല, നമ്മൾ ലഗ്നം എഴുതിയേക്കുവാണ്. ആര് വിചാരിക്കുന്നു? എവരെഴുതുന്നു? മേടക്കൂറുകാരൻ എന്തെഴുതി വെക്കുന്നു? എൻ്റെ മൂന്നാം ഭാവത്തിൽ വ്യാഴവും സൂര്യനും ഉണ്ട്. മൂന്നാം ഭാവം സഹോദരഭാവം, നിങ്ങൾ എഴുതി വെച്ചോ. മൂന്നാം ഭാവം സഹോദരഭാവം, കുടുംബസ്ഥാനം ഒക്കെയാണ്. ധനസ്ഥാനത്ത് ശുക്രനില്ല, ഇപ്പോൾ ആരുമില്ല, പക്ഷേ ശുക്രൻ ധനസ്ഥാനത്തോട്ട് മാറുന്നു. ഇങ്ങനെ ഓരോരുത്തരും നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ അയ്യോ, ഞാൻ അടുത്ത ആൾ, ഞങ്ങളിപ്പം ചിങ്ങക്കൂറുകാരനല്ലേ, അപ്പം ഞാൻ എന്ത് എഴുതി വെക്കണം? ചിങ്ങക്കൂറുകാരൻ, ഇവിടെയാണ് ചന്ദ്രൻ വരുന്നത്. എൻ്റെ ധനസ്ഥാനത്ത് ചൊവ്വയും കേതുവും സഞ്ചരിക്കുന്നു. ചിങ്ങമല്ല, കർക്കിടക്കൂറുകാരൻ എഴുതി വെക്കുന്നു. എൻ്റെ ജന്മത്തിൽ ബുധനുണ്ട്. എൻ്റെ ജന്മത്തിലേക്ക് സൂര്യൻ വരാൻ പോകുന്നു. എൻ്റെ ധനാധിപതി എനിക്ക് വരാൻ പോകുന്നു. എൻ്റെ ധനത്തിൻ്റെ അധിപതിയായിട്ട് കർക്കിടക്കൂറുകാരൻ എഴുതി വെക്കണം. ആരൊക്കെയാ? പുണർദത്തിൽ മുക്കാല്, പൂയോ ആയില്യക്കാരൻ എഴുതി വെക്കണം. എൻ്റെ ധനത്തിൻ്റെ അധിപതിയായിട്ടുള്ള സൂര്യൻ ഈ വരുന്ന ജൂലൈ മാസം 15-ാം തീയതി എൻ്റെ ജന്മത്തിലേക്ക് വരുന്നു. കാശും കൊണ്ട് വരുന്നു. പണത്തിൻ്റെ പ്രശ്നം മാറാൻ പോകുന്നു. ധനപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാകാൻ പോകുന്നു. അപ്പം ഇപ്പം മീനക്കൂറുകാരൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിതിനിത് കാണുന്നത് അയാൾ കർക്കിടകത്തിൻ്റെ കാര്യമല്ലേ പറയുന്നത്. വേണമെങ്കിൽ താഴെ വന്നൊരു ഇത് മിനിറ്റിൻ്റെ ടൈം ഇട്ട് കൊടുത്തു, നിങ്ങളിത് കണ്ടാൽ മതി കേട്ടോ. കർക്കിടകം കുംഭം 43.12 ആ മിനിറ്റിലാണ് കുംഭത്തിൻ്റെ പറയുന്നത്. ഇയാൾ അത് മൊത്തം കാണണ്ട എന്നുള്ള ഭാവത്തിൽ അത് പറയുന്നത്. അതല്ല, ഓരോരുത്തരും ഈ പറയുന്ന കാര്യം എന്താണ്, ജ്യോതിഷം പഠിപ്പിക്കുന്ന വീഡിയോ തന്നെയാണെന്ന് മനസ്സിലാക്കിക്കോ. അത് തന്നെയാണ് ഫലം തന്നെയാണ് പറയുന്നത്. ആ ഫലം അറിയണമെങ്കിൽ ഇത് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് വായിച്ചു പോകാം. ഈ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ തന്നെയുള്ള ഫലം പറഞ്ഞു പോകാം. അപ്പോൾ ആദ്യം മുതൽ ഒന്നുകൂടെ കൃത്യമായിട്ട് ഇത്രയും കാര്യങ്ങൾ ഉദാഹരണമാണ് പറഞ്ഞത്. മേടക്കൂറുകാരായിട്ടുള്ള അശ്വതി, ഭരണി, കാർത്തിക കാലുകാർ, എനിക്ക് ജന്മത്തിൽ ഇപ്പോൾ ശുക്രനുണ്ട്. ശുക്രൻ ധനസ്ഥാനത്തോട്ട് മാറുന്നു. വ്യാഴം എനിക്ക് നിൽക്കുന്നത് മൂന്നാം ഭാവം കുടുംബസ്ഥാനം സഹോദരസ്ഥാനത്ത് നിൽക്കുന്നു. എനിക്ക് നാലാം ഭാവമായിട്ടുള്ള ഗൃഹം വാഹനസ്ഥാനത്ത് ബുധൻ നിൽക്കുന്നു. സൂര്യൻ വരാൻ പോകുന്നു. എനിക്ക് അഞ്ചാം ഭാവമായിട്ടുള്ള മനസ്സ് സന്താന സ്ഥാനത്ത് ചൊവ്വയും കേതുവും നിൽക്കുന്നു. എൻ്റെ ആറാം ഭാവത്തിലും ഏഴാം ഭാവത്തിലും 8, 9, 10 ആരുമില്ല. എൻ്റെ ലാഭസ്ഥാനമായിട്ടുള്ള 11-ൽ രാഹു നിൽക്കുന്നു. എൻ്റെ നഷ്ടസ്ഥാനമായിട്ടുള്ള 12-ൽ ശനി നിൽക്കുന്നു എന്ന് അശ്വതി, ഭരണി, കാർത്തിക കാലം എഴുതി വെച്ചു. ഇവിടെ ചന്ദ്രനുള്ളവർ എഴുതി വെച്ചു. ഇടവക്കൂറുകാർ എഴുതി വെക്കുന്നു. ഇപ്പോഴത്തെ നിലവിലുള്ള ഗ്രഹസ്ഥിതി, നിങ്ങളുടെ ജാതകത്തിലുള്ള ഗ്രഹസ്ഥിതി ഇവിടെ ഇപ്പോൾ ഉണ്ട്, അതിനെ നമ്മൾ തൊടുന്നില്ല. ഇപ്പോഴുള്ള രണ്ടാമത് എഴുതിയ കോളത്തിലെ കാര്യമാണ് നമ്മൾ എഴുതി വെക്കുന്നത്. രണ്ടാമത്തെ ഇടവക്കൂറുകാരായിട്ടുള്ള മകേരത്തരയും തിരുവാതിരയും കാർത്തിക മുക്കാല്, രോഹിണി, മകേരത്തരക്കാർ എഴുതി വെക്കുന്നു. എനിക്ക് ധനസ്ഥാനത്ത് വ്യാഴവും ശുക്രനും ഉണ്ട്, സൂര്യനും ഉണ്ട്. വ്യാഴവും സൂര്യനും ഉണ്ട്. എൻ്റെ കുടുംബസ്ഥാനത്തും അതുപോലെ തന്നെ സഹോദരസ്ഥാനത്തും ബുധൻ, മൂന്നാം ഭാവത്തിൽ ബുധനുണ്ട്. എൻ്റെ ഗൃഹം വാഹനസ്ഥാനത്ത് ചൊവ്വയും കേതുവും ഉണ്ട്. എൻ്റെ അഞ്ചാം ഭാവത്തിൽ ആരുമില്ല. അഞ്ചാം ഭാവം മനസ്സിൻ്റെ സ്ഥാനം, അവിടെ ആരുമില്ല. ശത്രു രോഗസ്ഥാനമായ 6-ാം സ്ഥാനത്തിൽ ആരുമില്ല. എൻ്റെ ഭാര്യാസ്ഥാനമായിട്ടുള്ള വൃശ്ചികത്തിൽ ആരുമില്ല. എൻ്റെ അഷ്ടമസ്ഥാനം ആയുഷിൻ്റെ സ്ഥാനമായിട്ടുള്ള ഗ്രഹത്തിൽ ആരുമില്ല. എൻ്റെ ഭാഗ്യസ്ഥാനത്ത് ഇപ്പോൾ ഗ്രഹമൊന്നുമില്ല. എൻ്റെ കർമ്മസ്ഥാനത്ത് രാഹു ഉണ്ട്. എൻ്റെ ലാഭസ്ഥാനത്ത് ശനിയുണ്ട്. എൻ്റെ 12-ൽ നഷ്ടസ്ഥാനത്ത് ശുക്രനുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് മനസ്സിലാകുന്നത്. ഇപ്പോൾ 29 നഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ആൾ ജന്മത്തിലേക്ക് വരുമ്പോൾ നഷ്ടം മാറുന്നു. ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ പറയുക, എനിക്ക് നഷ്ടമായിരുന്നു, അത് മാറാൻ പോകുന്നു. അപ്പോൾ ഇതിനാ പിന്നെ ഫലം പറയുന്നേ? പിന്നെ ഫലം പറയേണ്ട കാര്യം വരുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. ഈ ജ്യോതിഷത്തിൻ്റെ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കുന്ന ബുദ്ധിയോടുകൂടി നിങ്ങളുടെ ഇവിടം പ്രവർത്തിക്കണം. ആ ബുദ്ധിയോടുകൂടി ഈ പറയുന്ന കാര്യങ്ങൾ എഴുതി വെച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാകും. അടുത്തതായിട്ട് ഇപ്പോൾ ഈ 2 പേരുടെ കാര്യം പറഞ്ഞല്ലോ. ഇതുപോലെ ഇത്രയും പേരുടെ കാര്യം പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഓരോരുത്തരും ഇത് മനസ്സിലാക്കാൻ പറ്റും. അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നു, മിഥുനക്കൂറുകാർ പറയുന്നു, എൻ്റെ ജന്മം എന്ന് പറഞ്ഞാൽ ലഗ്നം, ചന്ദ്രൻ ഇവിടെ വരുന്നവരാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ചന്ദ്രൻ വരുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. അടുത്ത ചന്ദ്രൻ ഇവിടെ വരുന്നവർ എഴുതി വെക്കുന്നു. ലഗ്നത്തെ നമ്മളിപ്പോൾ നോക്കുന്നില്ല. മകേരത്തരയും തിരുവാതിരയും പുണർദത്തിൽ മുക്കാല് വരുന്ന മിഥുനക്കൂറുകാരൻ എഴുതി വെക്കുന്നു, എൻ്റെ ജന്മം എന്ന് വെച്ചാൽ ലഗ്നം. ലഗ്നത്തെ കൊണ്ട് ചിന്തിക്കുന്നത് ആയുസ്, ശരീരം, വസ്ത്രം, ഭാഗ്യം, സ്വഭാവം, കീർത്തി, സുഖം, സൗന്ദര്യം, ജയം, ആത്മപ്രഭാവം, ഇത്രയും കാര്യമായിട്ടുള്ള എൻ്റെ ജന്മം. അതായത് നമ്മുടെ ഒരു പവർ എന്ന് പറയും. അതായത് ചില ആളുകൾക്ക് 4 പേരുടെ മുമ്പിൽ ഒന്ന് പാട്ട് പാടാൻ പറഞ്ഞാൽ അയ്യോ എനിക്ക് പറ്റത്തില്ല. പക്ഷേ വേണമെങ്കിൽ വീട്ടിൽ ബാത്റൂമിലൊക്കെ ഇരുന്ന് നല്ലപോലെ അടിപൊളിയായിട്ട് പാട്ട് പാടും. പക്ഷേ 4 പേരുടെ മുമ്പിൽ വന്നിരുന്ന് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ അയ്യോ, അത് വേണമെങ്കിൽ 2 കഴിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമ്മുടെ ലോകപ്രശസ്തമായ സിമ്പിൾ കാണിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഡാൻസ് കളിക്കും, അതുവരെ ഡാൻസ് കളിക്കത്തില്ല. അപ്പം എന്തിനെങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ പറയുന്നത്. അപ്പം ആത്മപ്രഭാവം വരുന്നില്ല. അപ്പം വ്യാഴവും സൂര്യനും ഉള്ള സമയത്ത് നല്ല ആത്മപ്രഭാവമായിരിക്കും. അപ്പം ഇത് എന്താ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ ഒരു ചായക്കട നടത്തുകയെന്ന് വിചാരിച്ചു. ഇയാൾ രാവിലെ ചായയും കുറച്ച് പലഹാരം ഉണ്ടാക്കി വെച്ചു, ആരും അങ്ങോട്ട് കയറുന്നില്ലെങ്കിലോ ഡൗണായി. പക്ഷേ ആ ലാഭമൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, നല്ലപോലെ ആൾ കയറി നല്ല ബിസിനസ് നടക്കുക. ഇതുപോലെ ബ്യൂട്ടി പാർലർ ആയാലും അതുപോലെ തന്നെ നമ്മളൊരു ഏത് കട നടത്തുകയാണെങ്കിലും, ഒരു മെറ്റൽസിൻ്റെ കടയായാലും എന്ത് കടയായിക്കോട്ടെ, നല്ല ആളുകൾ കയറി വന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ റോളിങ് നടന്നുകൊണ്ടിരിക്കും. തുണിക്കടയാണെങ്കിലും നമുക്കറിയാമല്ലോ, ഇന്ന കട എന്ന് പറയുന്നില്ല. ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്ക് ബിസിനസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ റോളിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് അത് നടക്കുന്നില്ലെന്ന് എന്ത് പറ്റും? നിങ്ങളുടെ ആത്മപ്രഭാവം, നിങ്ങളുടെ മനസ്സ് ഡൗൺ ആയിട്ട് ഒന്നും നടക്കത്തില്ല, ഇനി ഒന്നും രക്ഷയില്ല എന്നുള്ളൊരു സ്ഥാനത്തേക്ക് മാറും. മറ്റേ തിരിച്ചാണെങ്കിലോ നിങ്ങൾക്ക് സന്തോഷം, വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുക്കുന്നു, സഹോദരന്മാരെ സഹോദരിമാരെ വിളിക്കുന്നു, ആരെങ്കിലും വിളിക്കുമ്പോൾ അവരുമായിട്ട് സംസാരിക്കാൻ തോന്നുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു പോകുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? സന്തോഷം ഉണ്ടാകും. അപ്പം മിഥുനക്കൂറുകാരൻ എഴുതി വെക്കുന്നു, എൻ്റെ ജന്മത്തിൽ വ്യാഴവും സൂര്യനും സഞ്ചരിക്കുന്നു. എൻ്റെ 3ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഈ വരുന്ന ധനസ്ഥാനത്തേക്ക് മാറാൻ പോകുന്നു. അതുപോലെ തന്നെ എൻ്റെ ധനസ്ഥാനത്ത് ഇപ്പോൾ നിലവിൽ ബുധനുണ്ട്. എൻ്റെ ചന്ദ്രലഗ്നാധിപനാണ് ബുധൻ. എൻ്റെ 3ാം ഭാവമായിട്ടുള്ള സഹോദരസ്ഥാനത്തും കുടുംബസ്ഥാനത്തും അതുപോലെ തന്നെ 3ാം ഭാവത്തിൽ ക്രയവിക്രയസ്ഥാനം സഹോദരസ്ഥാനം വരുന്ന 3ാം ഭാവത്തിൽ കുടുംബസ്ഥാനത്ത് ആര് നിൽക്കുന്നു? ചൊവ്വയും കേതുവും നിൽക്കുന്നു. എൻ്റെ 4ാം ഭാവമായിട്ടുള്ള ഗൃഹം വാഹനസ്ഥാനത്ത് ആരുമില്ല, എൻ്റെ മനസ്ഥാനത്ത് ആരുമില്ല, എൻ്റെ ശത്രു രോഗസ്ഥാനത്ത് ആരുമില്ല, എൻ്റെ ഭാര്യാസ്ഥാനത്ത് ഗ്രഹമൊന്നുമില്ല, എൻ്റെ അഷ്ടമഭാവത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല, എൻ്റെ ഭാഗ്യസ്ഥാനത്ത് രാഹു നിൽക്കുന്നു, എൻ്റെ കർമ്മസ്ഥാനത്ത് ശനി നിൽക്കുന്നു. ആരെഴുതി വെച്ചു? മകേരത്തരയും തിരുവാതിരയും പുണർത്തൽ മുക്കാലുകാരൻ എഴുതി വെച്ചു. ഇത്രയും പറയേണ്ട കാര്യമില്ല. അപ്പം തൊട്ട് താഴെ വന്ന് കമൻറ്റ് ഇയാൾ ഇങ്ങനെ കടന്ന് ഇട്ട് ഇഴയ്ക്കാതെ വേഗം അങ്ങ് പറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് മനസ്സിലാക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. നിങ്ങൾ ഈ ഫലം പറയുന്ന മാത്രം വീഡിയോ ആണെങ്കിൽ ഇച്ചിരി സ്ക്രോൾ ചെയ്തിട്ട് കണ്ടു, അപ്പം മനസ്സിലാകും ഫലം പറയാൻ പോവുക അടുത്തതായിട്ട്. ഇത് പറഞ്ഞ് മനസ്സിലാക്കി തന്നു കഴിഞ്ഞിട്ട് ഇത് ഫലം പറയുകയാണ്. 10 പൈസയുടെ പ്രയോജനമില്ലാതെയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. കാരണം എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, അത് വേറെ കാര്യം. ജ്യോതിഷം ചെയ്യുന്നതിന് ശമ്പളം തരുന്നുണ്ട്, അതുകൂടാതെ അമ്പലത്തിലെ ജോലി ചെയ്യുന്നതിനും ശമ്പളം തരുന്നുണ്ട്. അല്ലാതെ നമുക്ക് ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന അങ്ങനെ മോണിറ്റൈസേഷൻ ചെയ്യുന്നില്ല ചാനൽ. എന്തോത്തിന് അമ്പലത്തിന് അതിൻ്റെ ആവശ്യമില്ല. പരസ്യം വരുന്നത് യൂട്യൂബ് ഇടുന്ന പരസ്യമാണ്. ഞങ്ങൾക്കിതിൻ്റെ ആവശ്യമില്ല. അമ്പലക്കാർക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന 3 മാസം കൊണ്ട് ജ്യോതിഷ ചാനലിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബർ വന്നിട്ടുള്ളത് ഞങ്ങൾക്കാണ്. 35,000 സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട് 3 മാസം കൊണ്ട്. അപ്പം അതുകൊണ്ട് വീണ്ടും ചാനൽ ചെയ്യുകയാണ്. അടുത്ത നാൾ ചിലപ്പം വേറെ ദിവസം അടുത്ത ജ്യോത്സ്യന്മാരായിരിക്കും ചിലപ്പോൾ വീഡിയോ ചെയ്യുന്ന ഈ ചാനലിൽ. അടുത്ത ദിവസം വേറെ 4 പേരുണ്ട്, അതിൽ അടുത്ത ആളുകളായിരിക്കും വേറെ ദിവസങ്ങളിൽ യൂട്യൂബിൽ വന്നിട്ട് ഞങ്ങളുടെ ചാനലിൽ ചെയ്യുന്നത്. എനിക്കിനി 3 വർഷം കൂടെ ഈ അമ്പലത്തിലുള്ളൂ, അത് കഴിഞ്ഞാൽ വേറൊരാളായിരിക്കും വരാൻ പോകുന്നത്. അതൊക്കെ വേറെ വിഷയം, അതല്ല ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ വരുന്നത് അടുത്തത് കർക്കിടക പുണർത്തത്തിൽ മുക്കാലും പൂയോ ആയില്യം നക്ഷത്രക്കാരൻ എന്ത് വിചാരിക്കണം? എൻ്റെ ജന്മത്തിൽ ആരുണ്ട്? ബുധനുണ്ട്. ബുധനിപ്പോൾ മാറും. എൻ്റെ ധനസ്ഥാനത്ത് ചൊവ്വയും കേതുവും ഉണ്ട്. എൻ്റെ 3ാം ഭാവമായിട്ടുള്ള സഹോദരസ്ഥാനത്ത് ആരുമില്ല. എൻ്റെ 4ാം ഭാവം ഗൃഹം വാഹന സ്ഥാനത്ത് ആരുമില്ല. എൻ്റെ 5ാം ഭാവത്തിൽ മനസ്സ് സന്താന സ്ഥാനത്ത് ആരുമില്ല. എൻ്റെ ശത്രു രോഗസ്ഥാനത്ത് ആരുമില്ല. എൻ്റെ ഭാര്യാസ്ഥാനത്ത് ആരുമില്ല. എൻ്റെ അഷ്ടമരാശിയിൽ നഷ്ടരാശിയിൽ രാഹു നിൽപ്പുണ്ട്. നഷ്ടസ്ഥാനം, ആയുസ്സിൻ്റെ സ്ഥാനം നഷ്ടസ്ഥാനമായിട്ടുള്ളിടത്ത് ആര് നിൽക്കുന്നു? രാഹു നിൽക്കുന്നു. ഭാഗ്യസ്ഥാനത്ത് ശനി നിൽക്കുന്നു. എൻ്റെ കർമ്മരാശിയിൽ ആര് നിൽക്കുന്നു? കർമ്മരാശിയിൽ ആരെഴുതി വെക്കുന്നത്? ഇവരെഴുതി വെക്കുന്നു. എൻ്റെ കർമ്മരാശിയിൽ ആരുണ്ട്? എൻ്റെ തൊഴിൽ സ്ഥാനത്ത് ആരുണ്ട്? ശുക്രനുണ്ട്. അത് ലാഭസ്ഥാനത്തോട്ട് മാറാൻ പോകുന്നു എന്ന് ജൂൺ 29 മാറാൻ പോകുന്നു. എൻ്റെ 12 നഷ്ടസ്ഥാനവും അതുപോലെ തന്നെ വ്യയസ്ഥാനം നാശസ്ഥാനം എന്ന് പറയും. 12ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതല്ല നമുക്ക് ആർക്കായാലും. ചന്ദ്രൻ ഇവിടെ എഴുതി വെക്കുന്നു, പുണർത്തത്തിൽ മുക്കാലും പൂയോ ആയില്യക്കാർ എഴുതി വെക്കുന്നു, എനിക്ക് നഷ്ടസ്ഥാനം വ്യയസ്ഥാനത്ത് നിൽക്കുന്നു. അടുത്തതായിട്ട് ചിങ്ങക്കൂറുകാരൻ എഴുതി വെക്കുന്നു. ഞങ്ങൾ ഇത്രയും പേരുടെയും ഭാര്യയും പറഞ്ഞു പോകേണ്ട കാര്യമില്ല. സത്യത്തിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഇത് എണ്ണി നോക്കാൻ പറ്റും. ചിങ്ങക്കൂറിൽ ആരൊക്കെയാണ് വരുന്നത്? മകം പൂരം ഉത്തരത്തിക്കാലുകാർക്ക് ഇതറിയാൻ വയ്യാത്തവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ചാനലായതുകൊണ്ടാണ് ചെറിയ പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ പറഞ്ഞു തരുന്നത്. അപ്പം മകം പൂരം ഉത്തരത്തിക്കാലുകാർ എന്തെഴുതി വെക്കണം? എൻ്റെ ധനസ്ഥാനത്ത് ഇപ്പോൾ ആരുമില്ല എന്നുള്ളതല്ല, ഇതിൻ്റെ അധിപനുണ്ട്. ഇതിൻ്റെ അധിപൻ ബുധനാണ്. ഞാൻ നേരത്തെ എഴുതി വെച്ചതാണ്. ഇതിൻ്റെ അധിപൻ ബുധനാണ്, ഇതിൻ്റെ അധിപൻ ശുക്രനാണ്, ഇതിൻ്റെ അധിപൻ ചൊവ്വയാണ്, ഇതിൻ്റെ അധിപൻ വ്യാഴമാണ്, ഇതിൻ്റെ അധിപൻ ശനിയാണ്, ഇതിൻ്റെ അധിപൻ ശനിയാണ്.
ഇതിൻ്റെ അധിപൻ വ്യാഴമാണ്. ഈ കൂറിൻ്റെ അധിപൻ വ്യാഴമാണ്. അതുകൊണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അധിപൻ ചൊവ്വയാണ്, ഇതിൻ്റെ അധിപൻ ശുക്രനാണ്, ഇതിൻ്റെ അധിപൻ ബുധനാണ്, ഇതിൻ്റെ അധിപൻ ചന്ദ്രനാണ്, ഇതിൻ്റെ അധിപൻ സൂര്യനാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് ആരുടെയാ? ഇവരുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലയോ? മകം പൂര ഉത്തരത്തിൽ കാലുകാർ പറയുന്നു, എൻ്റെ ജന്മത്തിൽ, നേരത്തെ പറഞ്ഞു ജന്മം എന്ന് വെച്ചാൽ ലഗ്നം, ചന്ദ്രൻ ഇവിടെ വരുന്നവരെ എൻ്റെ ലഗ്നത്തിൽ ചൊവ്വയുണ്ട്, കേതുവുണ്ട്. ചൊവ്വ നിൽക്കുന്നത് നല്ലതാണ്, കേതു നിൽക്കുന്നത് ദോഷമാണ്. അത് നമുക്ക് അറിയാം. കേതു നിൽക്കുന്നു, അപ്പോൾ നമുക്ക് ദോഷമാണ്. എൻ്റെ ധനസ്ഥാനമായ ഇവിടെ ആരുമില്ല, പക്ഷെ ധനത്തിൻ്റെ അധിപനുണ്ട്, ബുധനാണ്. ബുധൻ നമുക്ക് 12ലാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ധനാധിപതി 12ലാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത മാസം ഇങ്ങോട്ട് വരാൻ പോകുന്നുണ്ട്, അത് നല്ലതായിട്ട് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ബുധൻ്റെ രാശിമാറ്റം അത് പിന്നീട് പറയാം. ഇപ്പം നമുക്ക് ആ രാശിമാറ്റ വീഡിയോ അല്ലാത്തതുകൊണ്ട് ഫലം പറയുന്ന വീഡിയോ ആണ്. ഈ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത മാസം നിങ്ങൾ എന്നെ ജ്യോതിഷം പഠിപ്പിക്കുകയും ചെയ്യും, നിങ്ങളിരുന്ന് ജ്യോതിഷം പറയുകയും ചെയ്യും. നിങ്ങളുടെ ഓഫീസിലുള്ള ആളുകളുടെ ഗ്രഹനിലയൊക്കെ എടുത്തുകൊണ്ട് വാടോ, നമുക്ക് ചുമ്മാ ഇരിക്കുമല്ലേ, നമുക്ക് ഇതൊക്കെ നോക്കിക്കളയാം എന്ന് പറയുന്ന അവസ്ഥ വരും. അങ്ങനെ 10-15 പേര് എന്നെ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ച് എന്നെ അറിയിച്ചു കഴിഞ്ഞ്, തിരുമേനി ഞാനിപ്പോൾ ജ്യോതിഷം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കഴിവൊന്നുമല്ല, ജ്യോതിഷം എന്ന് പറയാൻ നമ്മൾ ഉണ്ടാക്കിയതല്ല, ഞാൻ അതിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം അടുത്തതായിട്ട് സംഭവിക്കുന്നത് എന്തുവാ? ജ്യോതിഷപരമായിട്ട് നമുക്ക് ഈ കുറുകാരൻ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, എന്ത്? എൻ്റെ ധനസ്ഥാനത്ത് ആരുമില്ല എന്നുള്ളതല്ല. ഇവിടെ ആരുമില്ല, ഇപ്പം ഗ്രഹങ്ങളില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ അധിപൻ ബുധനാണ്, ഇതിൻ്റെ അധിപൻ ശുക്രനാണ്. ശുക്രനാണ് നിങ്ങൾക്ക് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഇതിൻ്റെ അധിപൻ, ആ അധിപൻ എവിടെ നിൽക്കുന്നു എന്നൂടെ കണക്കൂട്ടി നിങ്ങൾ തന്നെ നോക്കിക്കോണം. മകം പോർ ഉത്തരത്തിൽ കാലുകാർ പറയുന്നു, എൻ്റെ ധനസ്ഥാനത്ത് ആരുമില്ല, എൻ്റെ 3-ാം ഭാവമായിട്ടുള്ള കുടുംബസ്ഥാനത്തും സഹോദരസ്ഥാനത്തും ആരുമില്ല, 4-ാം ഭാവമായിട്ടുള്ള ഗൃഹം വാഹന സ്ഥാനത്ത് ആരുമില്ല, എൻ്റെ മനസ്സ് സന്താന സ്ഥാനത്തുള്ള ആരുമില്ല, അതുപോലെ തന്നെ എൻ്റെ ശത്രുരോഗസ്ഥാനത്ത് ആരുമില്ല, എൻ്റെ ഭാര്യാസ്ഥാനത്ത് രാഹു നിൽക്കുന്നു, എൻ്റെ അഷ്ടമരാശിയിൽ ശനി നിൽക്കുന്നു, അഷ്ടമശനി നടക്കുന്നു, എൻ്റെ ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്ന ശുക്രൻ ഇപ്പം ഇങ്ങോട്ട് മാറാൻ പോകുന്നു ജൂൺ 29-ന്. അത് നല്ലതാണ്, കർമ്മപുരോഗതി ഉണ്ടാകും എനിക്ക്. അതായത് എൻ്റെ 11-ാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്താണ് വ്യാഴവും സൂര്യനും സഞ്ചരിക്കുന്നത്, അത് നമുക്ക് നല്ലതാണ്. എൻ്റെ 12-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു. ബുധനാരാ? നിങ്ങളുടെ ധനാധിപന 12-ൽ നിൽക്കുന്ന ധനനഷ്ടമാണ്. അപ്പം അതൊക്കെ മാറാൻ പോകും, അടുത്തടുത്ത മാസമാകുമ്പോൾ അങ്ങ് മാറും. അടുത്ത ഉത്തരത്തെ മുക്കാലും അത്തവും ചിത്തിരേരയും വരുന്ന കന്നിക്കൂറുകാരൻ ഒരാൾ എന്നോട് ചോദിച്ചു, ഇവിടെ ആരും ഇല്ലല്ലോ തിരുമേനി, പിന്നെ എങ്ങനെ അതിൻ്റെ ഫലം പറയുന്നത്? നിങ്ങൾ ഇതിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ബുധനാണ്, ബുധൻ നിൽക്കുന്നത് നിങ്ങൾക്ക് 11-ലാണ്, ലാഭസ്ഥാനത്ത് നിൽക്കുക. അതായി പറഞ്ഞു തരുന്നത്. ഉത്തരത്തെ മുക്കാലും അത്തവും ചിത്തിരേരയും വരുന്ന കന്നിക്കൂറുകാർ എഴുതി വെക്കുന്നു, എൻ്റെ ധനസ്ഥാനമായിട്ടുള്ള ഇവിടെ ആരുമില്ല, ഈ അധിപൻ ശുക്രൻ എൻ്റെ അഷ്ടമരാശിയിലാണ് നിൽക്കുന്നത്. പക്ഷേ നാളെ 29-ാം തീയതി ബുധൻ ഭാഗ്യസ്ഥാനത്തോട്ട് മാറാൻ പോകും. അപ്പം കന്നിക്കൂറുകാർക്ക് ഭാഗ്യം വർദ്ധിക്കും, ലോട്ടറി അടിക്കും, കാശ് കിട്ടും, ധനപുരോഗതി ഉണ്ടാകും, പിതാവിൻ്റെ ഗുണം കിട്ടും. അപ്പം നമ്മൾ മനസ്സിലാക്കിക്കോണം, ഗുണപരമായിട്ടുള്ള കാര്യത്തിലോട്ട് വരാൻ പോവാണ്. ഇപ്പോൾ ദോഷത്തിലാണ് നിൽക്കുന്നത് കന്നിക്കൂറുകാർക്ക്, ഉത്തരത്തെ മുക്കാൽ അത്തം ചിത്തിരേരെ കന്നിക്കൂറുകാർ. അപ്പം ഈ 29-ാം തീയതി കഴിയുമ്പോഴത്തേക്കിന് പൈസ ഇങ്ങോട്ട് വരാൻ തുടങ്ങും. ഒരു ലോട്ടറി എടുക്കും, 1 ലക്ഷം രൂപ അടിച്ച്, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ അടിച്ച്, അല്ലെങ്കിൽ ബമ്പറം കടിച്ച്. അതുപോലെ പിതാവിൻ്റെ ഗുണപരമായിട്ടുള്ള കാര്യം ഉണ്ടാവുക, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചിട്ട് നിങ്ങൾക്കൊരു വലിയ ബിസിനസ് തരിക. എൻ്റെ അഭിപ്രായം മാറത്തില്ല, ഒരു കാലത്തും ലോട്ടറി എടുക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം മറ്റൊരാളുടെ നഷ്ട പൈസയാണ് നമുക്ക് കിട്ടുന്നത്. ഒരുപാട് പേരുടെ നഷ്ടം സംഭവിച്ച പൈസയാണ് ഒരുമിച്ച് നമ്മുടെ കയ്യിലോട്ട് വരുന്നത്. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസ അല്ലാതെ വേറൊന്നും നമ്മുടെ കയ്യിൽ നിലനിൽക്കത്തില്ല. പാല് വിറ്റതുപോലെ, പാലിനകത്ത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അവസാനം വെള്ളത്തിൻ്റെ കാശ് വെള്ളത്തിൽ പോവും, പാലിൻ്റെ കാശേ നമുക്ക് കിട്ടത്തുള്ളൂ. അതിങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പം നിങ്ങളോട് പറയുന്നു, ഭാഗ്യസ്ഥാനം വർദ്ധിക്കുക എന്ന് വെച്ചാൽ ലോട്ടറി അടിക്കുക എന്നുള്ളതല്ല. അങ്ങനെ വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. ലോട്ടറി അല്ല ഭാഗ്യം എന്ന് പറയുന്നത്. ഭാഗ്യം എന്നാൽ ഈശ്വരാധീനം വർദ്ധിക്കുക. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് കർമ്മമാണ്, ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണെങ്കിൽ നിങ്ങൾക്ക് ആ മാസം നല്ലപോലെ, ഇപ്പം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ പോയി നിൽക്കുന്ന ഓട്ടോക്കാരുണ്ടല്ലോ, ഒരു ദിവസം അവർ 5000 രൂപ 10000 രൂപയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. പല പല കാര്യങ്ങളുണ്ട്. വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ രാവിലെ അപ്പം അതുപോലെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഏതെങ്കിലും കടയിൽ കൊണ്ട് കൊടുത്തിട്ട് വൈകുന്നേരം തിരിച്ചു പോകാൻ നേരത്ത് കാശും മേടിച്ചുകൊണ്ട് പോകും. അത് കഴിഞ്ഞ് ഓട്ടം പോകും. ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. നമ്മൾ വിചാരിക്കും ഓട്ടോറിക്ഷ ഓടിക്കുകയെന്ന് വിചാരിക്കും. രാവിലെ വീട്ടിൽ നിന്നുള്ള പാൽ കൊണ്ട് സൊസൈറ്റി കൊടുത്തിട്ട് വീട്ടിൽ നിന്ന് ഉണ്ണിയപ്പോൾ അപ്പോൾ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് കടയിൽ കൊണ്ട് കൊടുത്തിട്ട് പിന്നെ ഓട്ടത്തിനങ്ങ് പോകും. തിരിച്ച് രാത്രി വരുമ്പോൾ പൈസ മേടിച്ചുകൊണ്ട് പോകുന്നവരൊക്കെ ഉണ്ട്, ഇവിടെ ഉണ്ട് അതുപോലെ. അങ്ങനെ ഓരോരുത്തരും ഇപ്പം നല്ല ബിസിനസ് വരിക, ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ കോൺട്രാക്റ്റ് കിട്ടുക. ഒരു കോൺട്രാക്ടർക്ക് 2 കോടി രൂപയുടെ ഒരു വീടിൻ്റെ കോൺട്രാക്റ്റ് കിട്ടി. അവരാദ്യം തന്നെ ഒരു 25 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ അഡ്വാൻസ് അങ്ങ് തരിക. നമ്മുടെ പ്രശ്നങ്ങൾ അങ്ങ് മാറി. അതുപോലെ തന്നെ ഏതൊരു കോൺട്രാക്റ്റ് എടുത്താലും, ഒരു റോഡിൻ്റെ കോൺട്രാക്റ്റ് എടുത്താലും, ഒരു സ്വർണ്ണക്കടക്കാരനാണെങ്കിൽ നിങ്ങളൊരു പദ്ധതി ഇട്ടിരിക്കുകയാണ്. ആ പദ്ധതിയിൽ ഒരു 500 പേര് ചേർന്നിട്ട്
5 കോടി രൂപ ഇപ്പം തന്നെ കയ്യിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സാമ്പത്തിക ബാധ്യത അവിടെ തീർന്ന്. ഇവർക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് സ്വർണം കൊടുത്താൽ മതി, സ്വർണം കൊടുത്ത് തീർത്താൽ മതി. ചിലർ പറയും 1 വർഷം കഴിഞ്ഞാലും പറയും അവിടെ കിടന്നോട്ടെ പിന്നെ എടുത്തോളാന്ന് പറയും. അപ്പം നമുക്ക് ലാഭം വർദ്ധിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നത് ആ സമയം പോകുന്നതിൻ്റെ കാര്യം. തിരുമേനിയുടെ വീഡിയോ 1 മണിക്കൂർ ഇരുന്ന് കണ്ടെങ്കിലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് മനസ്സിലാവത്തുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരോടായി പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ നമ്മൾ ബുദ്ധിപൂർവ്വം നിങ്ങളുടെ സമയം, ഒഴിവ് സമയങ്ങളിൽ ഒരിടത്ത് മാറിയിരുന്ന് ഗ്രഹനില വരച്ച് എന്നിട്ട് കാണണം. അങ്ങനെ കാണുന്ന ഒരു 100 കണക്കിന് ആളുകൾ ഉള്ളതുകൊണ്ടാണല്ലോ ഈ ചാനൽ ഇത്രയും പെട്ടെന്ന് കയറി ഇത്രയും ആളുകൾ കാണുന്നതും ഇത്രയും പേര് അതിനകത്ത് വന്നിട്ട് ഗുണമുണ്ട് എന്ന് പറയുന്നതുകൊണ്ടാണല്ലോ പിന്നെയും വീഡിയോ കാണാൻ തോന്നുന്നത്. നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് ഒരു ചായക്കട നടത്തിയിട്ട് രാവിലെ അപ്പം ദോശയും ചായ ഉണ്ടാക്കി വെച്ചിട്ട് ആരും കഴിക്കാൻ വന്നില്ലെങ്കിൽ പിറ്റേ ദിവസം ഞങ്ങൾ പിന്നെ ഉണ്ടാക്കാൻ പോകും. ആരെങ്കിലും 10-12 ദിവസം ഉണ്ടാക്കി നോക്കും. കയ്യിരിക്കുന്ന കാശെല്ലാം പോയതിനു ശേഷം ചായക്കട അങ്ങ് പൂട്ടും എന്ന് പറഞ്ഞാണെങ്കിൽ ജ്യോതിഷ ചാനൽ ഞങ്ങൾ എപ്പോഴേ പൂട്ടിയേനെയായിരുന്നു. ആദ്യത്തെ വീഡിയോ ഇട്ടപ്പം തന്നെ ആളുകളുടെ അഭിപ്രായം നല്ലതായിട്ട് വന്നതുകൊണ്ടാണ് പിന്നീട് വീഡിയോ ഇടുന്നത്. നിങ്ങളുടെ അഭിപ്രായം എപ്പം മോശമാകുന്നു, ഒരുപാട് പേരുടെ അഭിപ്രായം എടുത്തിട്ടേ നോക്കത്തുള്ളൂ. 100 അഭിപ്രായം എടുത്ത് നോക്കിയിട്ട് അതിൽ ഒരു 80 അഭിപ്രായം നല്ലതാണെങ്കിൽ 20 അഭിപ്രായം മോശം വരും. അത് ഉറപ്പാണല്ലോ. നമ്മളിപ്പോൾ 10 രൂപ മാങ്ങാൻ മേടിച്ചാലും അതിനകത്ത് കുറേ എണ്ണം കേടുപോകും. അപ്പോൾ 100 അഭിപ്രായത്തിൽ 80 അഭിപ്രായം നല്ലതാണെങ്കിൽ 60-ന് മേളിലുണ്ടെങ്കിൽ ഓക്കെ. 40% വരെ ദോഷം പറയുന്ന അഭിപ്രായ ചാനലുകളെ ഞങ്ങൾ അത് വിമർശനമായിട്ട് തന്നെ കണക്ക് കൂട്ടിക്കൊണ്ട് അത് തിരുത്താൻ ശ്രമിക്കാം. നല്ല ആരോഗ്യകരമായ വിമർശനങ്ങളെ തിരുത്താൻ ശ്രമിക്കുക. അല്ലാതെ പോടാ വല്ല പണിക്കും പോടാ എന്നൊക്കെ പറഞ്ഞ് നല്ലപോലെ പണി ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പം പണി ചെയ്താൽ അതൊരു കാരണവശാലും പണി ചെയ്യാതല്ല ജീവിക്കുന്നത്. വെളുപ്പിനെയാണ് എണീക്കുന്നത്. വെളുപ്പിനെ എണീറ്റ് 12 മണി വരെ ഒരു പണി ചെയ്യും. എന്നെ അറിയാവുന്നവർക്കെല്ലാം അറിയാം. അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ സമാധാനം ഇല്ലാതെ വൈകുന്നേരം വരെ ജ്യോതിഷം നോക്കിയിട്ട് വീണ്ടും അമ്പലത്തിലോട്ട് ഓടിപ്പോയിട്ടാണ് ജീവിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആരൊക്കെ ഉത്തരത്തെ മുക്കാലും മത്തവും ചിത്തിരേരെയും കന്നിക്കൂറുകാർക്ക് എന്തായി? നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്തോട്ട് ശുക്രൻ വരുന്നു. നിങ്ങളുടെ കർമ്മസ്ഥാനത്ത് വ്യാഴവും സൂര്യനും നിൽക്കുന്നു. നിങ്ങളുടെ 7ാം ഭാവമായിട്ടുള്ള ഭാര്യാസ്ഥാനത്ത് ശനി നിൽക്കുന്നു. ഇനി അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളൂ. അഷ്ടമസ്ഥാനത്ത് നിൽക്കുന്ന ശനി മാറുന്നു. തുലാക്കൂറുകാരൻ എഴുതി വെക്കുന്നു എന്ത്? ചിത്തിരേരെയും ചോദ്യം വിശാഖത്തിൽ മുക്കാലുകാരെന്ത് എഴുതി വെക്കുന്നു? എനിക്ക് ധനസ്ഥാനത്ത് ഇപ്പോൾ ആരുമില്ല. ധനത്തിൻ്റെ അധിപതി ആരാ? ചൊവ്വയാ. ചൊവ്വ എൻ്റെ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ ഗ്രഹങ്ങളില്ല എന്നുള്ളതല്ല, ഇതിനൊക്കെ വീട്ടിൽ ആളുണ്ട്, വീടിന് ഉടമസ്ഥനുണ്ട്. അവർ പോയി നിങ്ങളുടെ ഇവിടെ നിൽക്കുകയാണെന്ന് എഴുതി വെക്കുക. അപ്പോൾ ചിത്തിരേരെയും ചോദ്യം വിശാഖത്തിൽ മുക്കാലുകാർ ധനസ്ഥാനത്ത് ആരുമില്ല. 3ാം ഭാവത്തുമായിട്ടുള്ള കുടുംബസ്ഥാനത്തും സഹോദരസ്ഥാനത്തും ആരുമില്ല. ഗൃഹം വാഹനസ്ഥാനത്ത് ആരുമില്ല. എൻ്റെ മനസ്ഥാനമായിട്ടും സന്താനസ്ഥാനത്തുമായിട്ട് നിൽക്കുന്നിടത്ത് രാഹു നിൽപ്പുണ്ട്. എൻ്റെ 6ാം ഭാവമായിട്ടുള്ള ശത്രുസ്ഥാനം രോഗസ്ഥാനത്ത് ശനി നിൽപ്പുണ്ട്. എൻ്റെ ഭാര്യാസ്ഥാനമായിട്ടുള്ള 7ാം ഭാവത്തിൽ അല്ലെങ്കിൽ ഭാര്യയാണ് സ്ത്രീയാകാണെന്നെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് ശുക്രൻ നിൽപ്പുണ്ട്. ഭർത്താവ് ഇപ്പം അനുകൂലമായിട്ടൊക്കെ നിൽക്കുന്ന സമയമായിരിക്കും. അപ്പം ഈ ആൾ അഷ്ടമത്തിലോട്ട് മാറാൻ പോവുകയാണ്. അത് കുറച്ച് നല്ലതല്ല. എങ്കിലും ശുക്രൻ നിങ്ങളെ ഈ ശുക്രൻ്റെ വീട്ടുകാരൻ തന്നെയാണല്ലോ. ചന്ദ്രൻ നിൽക്കുമ്പോൾ ചന്ദ്ര രത്നാധിപതി തന്നെ അഷ്ടമത്തിൽ വരുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എൻ്റെ ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും സൂര്യനും സഞ്ചരിക്കുന്നു. ഈ സൂര്യൻ ഈ വരുന്ന ജൂലൈ മാസം 15-ാം തീയതി ആകുമ്പോൾ എനിക്ക് കർമ്മസ്ഥാനത്തോട്ട് മാറുന്നു. ഈ കർമ്മസ്ഥാനത്ത് ഇപ്പോൾ ബുധനുണ്ട്. എൻ്റെ 12ാം ഭാവാധിപനും ഭാഗ്യാധിപനുമായിട്ടുള്ള ബുധൻ എവിടെ നിൽക്കുന്നു? എൻ്റെ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു. എൻ്റെ ലാഭസ്ഥാനത്ത് ചൊവ്വയും കേതുവും നിൽക്കുന്നു. ചൊവ്വ നിൽക്കുന്നത് നല്ലതാണ്, പക്ഷെ കേതു നിൽക്കുന്നത് കുറച്ച് ദോഷമാണ്. എൻ്റെ 12-ൽ ഇപ്പോൾ ആരുമില്ല. വൃശ്ചികക്കൂറുകാരൻ എഴുതി നോക്കി. എനിക്കിത് പറയേണ്ട കാര്യമില്ല, ഫലത്തിലോട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷേ ഇത് പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ ഒരുപാട് പേര്, ഒരു 250-300 ആളുകൾ ഇത് പറയണം എന്ന് പറഞ്ഞ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചത് കൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ പറയുന്നത്. വൃശ്ചികക്കൂറുകാരന് ധനസ്ഥാനത്താരുമില്ല. ധനസ്ഥാനത്താരുമില്ല എന്നുള്ളതല്ല, ഇതിൻ്റെ അധിപൻ വ്യാഴമാണ്. അപ്പോൾ വൃശ്ചികക്കൂറുകാരന് ധനത്തിൻ്റെ അധിപതി നാണ്ട് അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അതുപോലെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു വരുമ്പം പറയാം. 2ാം ഭാവമായിട്ടുള്ള ധനസ്ഥാനത്താരുമില്ല. 3ാം ഭാവമായിട്ടുള്ള കുടുംബ സഹോദര സ്ഥാനത്താരുമില്ല. ഗൃഹം വാഹനസ്ഥാനമായ 4ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നു. മനസ്സും സന്താനസ്ഥാനമായ അവിടെ ശനി നിൽക്കുന്നു. ശത്രു രോഗസ്ഥാനത്തായിരുന്നു ശുക്രൻ. ഇപ്പോൾ എനിക്ക് 7ാം ഭാവത്തിലോട്ട് മാറാൻ പോകുന്നു. വൃശ്ചികക്കൂറിലുള്ള അനിഴം വിശാഖത്തിൽക്കാലും അനിഴവും തൃക്കേട്ടയും വരുന്ന ഒരു പുരുഷൻ ഇപ്പോൾ ഒരു ബ്രോക്കർ വിളിച്ചിട്ട് അളിയ ഒരു പെണ്ണിൻ്റെ ഒരു ഗ്രഹനില കിട്ടിയിട്ടുണ്ട്, വന്നൊന്ന് പെണ്ണ് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ച് ഇപ്പം നമ്മളെ ഫോൺ വിളിക്കും. അപ്പം നമ്മൾ പറയും ഞായറാഴ്ച പണിയില്ല, ഞാൻ അങ്ങോട്ട് വരാം. എവിടാ വരേണ്ടത്? ഇന്നടുത്ത് വന്നു പോയി നമ്മൾ പോയി പെണ്ണിനെ കാണുന്നു. പെണ്ണ് വീട്ടുകാർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, കല്യാണം സെറ്റ്. എഴുതി വെച്ചോ. വിശാഖത്തിൽക്കാലും അനിഴവും തൃക്കേട്ടയംകാർക്ക് ആ നക്ഷത്രക്കാരന് ശുക്രൻ 7ാം ഭാവത്തിൽ വരുമ്പോൾ കളത്രപുത്രസ്ഥാനമാണ്. ഭാര്യ വീട്ടിൽ നിന്ന് ഭാര്യ മെസ്സേജ് അയക്കുന്നു, പിണങ്ങിപ്പോയി നിൽക്കുക. ചേട്ടാ എവിടാ നിൽക്കുക? അപ്പം നമ്മളൊരു മെസ്സേജ് അയക്കും, ഡി ഞാൻ പണിസ്ഥലത്താണ്, കുറേ കാലമായില്ല നീ മെസ്സേജൊക്കെ അയച്ചിട്ട്,
അത് ചേട്ടൻ അതൊക്കെ മറക്കണം. എന്നാൽ ഞാനതെല്ലാം മറന്നിരിക്കുന്നു. ചേട്ടൻ എപ്പോൾ എന്നെ വിളിക്കാൻ വരും? ഞാൻ മറ്റന്നാൾ അങ്ങോട്ട് ഞായറാഴ്ച പണിയില്ല എന്ന് വിളിക്കാൻ വരാം. അതല്ല, ഇന്ന് രാത്രി തന്നെ വരണം, നാളെ തന്നെ വരും, 29-ാം തീയതി വരിക. അപ്പോൾ ചേട്ടൻ പോയി വിളിച്ചുകൊണ്ട് വരും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കഥ പറയുന്നില്ല. അപ്പോൾ 7-ാം ഭാവമായിട്ടുള്ള സ്ഥാനത്തോട്ട് ആര് മാറുന്നു? ശുക്രൻ മാറുന്നു എന്ന് ആരെഴുതി വെച്ചു? ശാഖത്തിൽ കാലും മനുഴും തിരക്കേട്ടക്കാരൻ എഴുതി വെച്ചു. എൻ്റെ അഷ്ടമരാശിയിൽ വ്യാഴം പോയി നിൽക്കുന്നത് നല്ലതല്ല. സൂര്യനും നിൽപ്പുണ്ട്, നിങ്ങളുടെ കർമാധിപനാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത്. അപ്പോൾ പണിയൊക്കെ കുറഞ്ഞു നിൽക്കുക, മനസ്സിന് പ്രയാസമാണ്, കയ്യിരിക്കുന്ന കാശെല്ലാം പോയിട്ട് വിഷമിച്ച് നിൽക്കുക. ജൂലൈ മാസം 15-ാം തീയതി ആകുമ്പോൾ നിങ്ങളുടെ കർമാധിപൻ നിങ്ങൾക്ക് എവിടെ വരുന്നു? ഭാഗ്യസ്ഥാനത്തോട്ട് മാറുന്നു. അപ്പോൾ പ്രശ്നം മാറി. ശുക്രൻ ഇങ്ങോട്ട് മാറിയപ്പം ഭാര്യാസ്ഥാനം എന്ന് മാത്രമല്ല പറയുന്നത്, ശുക്രൻ എന്ന് പറഞ്ഞാൽ പണമാണ്. പണത്തിൻ്റെ ദൃഷ്ടി നിങ്ങളെ വരിക, ലക്ഷ്മിയുടെ ദൃഷ്ടി നിങ്ങളോട്ട് വരുമ്പോൾ എന്തുണ്ടാവുക? ഐശ്വര്യം ഉണ്ടാവുക. അപ്പം ഐശ്വര്യം ഉണ്ടാകുന്നതിന് എന്തുണ്ടാകും? സന്തോഷം ഉണ്ടാകും, മുഖത്തിന് നല്ല തെളിച്ചം ഉണ്ടാകും, വീട്ടിൽ സമാധാനം ഉണ്ടാകും, ശാന്തി ഉണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും, ഗൃഹം ഉണ്ടാകും, വാഹനം ഉണ്ടാകും, നല്ല ഭക്ഷണം ഉണ്ടാകും. അപ്പം അതിനെയോടൊക്കെ ചേർത്ത ഭാര്യയുടെ കാര്യം പറഞ്ഞത്. അപ്പം ലക്ഷ്മി ദേവിയാണ് സത്യത്തിൽ. നമ്മൾ ഈ ലോകത്ത് തത്വം സ്ത്രീ പുരുഷൻ മാത്രമേ ഈ ലോകത്തുള്ളൂ. നിങ്ങൾ എന്ത് എടുത്തു നോക്കിയാലും, ഒരു കല്ലിനെ എടുത്താലും ശില എടുത്തു കഴിഞ്ഞാലും അത് പുരുഷശില, അത് കൊത്തുന്ന ശിലകളുണ്ട്. അപ്പോൾ അതുപോലെ ശില എടുത്താലും, ഒരു ചെടി എടുത്താലും, ഒരു പൂവെടുത്താലും, ആൺപൂവ് പെൺപൂവ്, പൂച്ച എടുത്താൽ പെൺപൂച്ച ആൺപൂച്ച, നിങ്ങളൊരു ജീവിയെ എടുത്താൽ സ്ത്രീ പുരുഷൻ, അതാണ് ദൈവം പറയുന്നത്. ആദിപരാശക്തി അന്നപൂർണേശ്വരി അമ്മ ഒന്നേ ഉള്ളൂ. അതിൻ്റെയാണ് ഈ കാണുന്നതെല്ലാം. സ്ത്രീകളായിട്ടുള്ളവരെല്ലാം അങ്ങനെ തന്നെയാണ്. ലക്ഷ്മി ദേവി, അന്നപൂർണേശ്വരി, സരസ്വതി. പുരുഷന്മാരാരാണ്? ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരാണ് പുരുഷന്മാർ. ശിവൻ, വിഷ്ണു, ഇത്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ ലക്ഷ്മി ദേവിയെ പോലെ കാണണം. അപ്പോൾ നിങ്ങളെ അവർ മഹാവിഷ്ണുവിനെ പോലെ കാണും. നിങ്ങൾ പാർവതിയെ പോലെ കണ്ടാൽ, ഭാര്യയെ പാർവതിയെ പോലെ കണ്ടാൽ, ഭർത്താവിനെ നിങ്ങൾ പരമേശ്വരനായിട്ട് കാണും, ഉറപ്പായിട്ടും കാണും. തിരിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ ലക്ഷ്മിയായിട്ട് കാണും. ഒരു സ്ത്രീയാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ശിവനെ പോലെ കാണണം. ലക്ഷ്മി ദേവി എങ്ങനെയാണ് വിഷ്ണുവിനെ കാണുന്നത്, അതുപോലെ കണ്ടാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ലക്ഷ്മി ദേവിയായിട്ട് തന്നെ കാണും. ഒന്ന് പരിശ്രമിച്ച് നോക്കിക്കോ. അപ്പം ഇയാൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് അതൊക്കെ പറയാമെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. അതങ്ങനെയല്ല പറയുന്നത്, അനുഭവത്തിൽ കൂടെ തന്നെയും പറയുന്നുണ്ട്. ഞങ്ങൾക്കും കുറച്ച് കാലങ്ങളൊക്കെ ജീവിതം ഉണ്ടല്ലോ, ഞങ്ങൾക്കും ഭാര്യയുണ്ട്, മക്കളൊക്കെ ഉണ്ട്, സഹോദരന്മാരുണ്ട്, അവർക്കും ഭാര്യമാരുണ്ട്, മക്കളുണ്ട്. ഇങ്ങനെ വീടുകളിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളോട് അവരോട് പറയും. നമ്മളിപ്പോൾ കല്യാണങ്ങൾ പറയുന്നത് എങ്ങനെയാ? ലക്ഷ്മി ദേവിയായിട്ടാണ് കല്യാണം കഴിപ്പിക്കുന്നത്. ആരെയാ? അങ്ങനെ തന്നെയാണ് താലി പൂജിക്കുന്ന ഒരു പൂജാരിയെ വിളിച്ച് ചോദിച്ചു നോക്കിയോ, ഇന്ന് എവിടെ താലി പൂജിക്കാൻ പൂജാരിയെ വിളിക്കുന്നത്? ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ഒരു മാലയൊക്കെ ഇട്ടിട്ടിഞ്ഞ് പോരും, താലിയൊക്കെ കൊടുത്തൊന്ന് പൂജിച്ചെന്നിരിക്കും. ആ കാര്യം അല്ലെങ്കിൽ പോലും പറയുക. നമ്മളീ പറയുന്ന ആരുടെ കാര്യമാണ് പറയുന്നത്? മനുഷ്യരുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ വീട്ടിലുള്ള പ്രശ്നമല്ലേ ജ്യോതിഷം എന്ന് പറയുന്നത്. എന്തിനാ പിന്നെ ജ്യോതിഷം നോക്കുന്നത്? ജ്യോതിഷം നോക്കുന്ന സമ്പത്ത് ഉണ്ടാകാനായിട്ട്, സൽസന്താനം ഉണ്ടാകാനായിട്ട്, കുട്ടികൾ നേർവഴിക്ക് വരാനായിട്ട്, നമ്മുടെ ധനപുരോഗതിയും കടവും മാറാനായിട്ട്. ജീവിതകാലം മുഴുവൻ ജോലി ചെയ്ത് പലിശ കൊടുത്ത് ജീവിക്കാം. അല്ലെങ്കിൽ പലിശയ്ക്ക് കൊടുക്കുക എന്നല്ല, പലിശക്കാരന് പലിശ കൊടുത്തിട്ട് ജീവിതകാലം മുഴുവൻ മരിക്കുന്നവരെ ജീവിച്ചോളാന്ന് വല്ല നേർച്ചയെ നേർന്നിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇല്ലല്ലോ. നമ്മൾ കടം വീട്ടാനല്ലേ ഇപ്പം ജീവിക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്ക്, ഒരു നിമിഷം ചിന്തിച്ച് നോക്ക്. നിങ്ങൾ കടം വീട്ടാനാണ് ജീവിക്കുന്നത്, കടം മേടിച്ചാണ് ജീവിക്കുന്നത്. കടം മേടിച്ചിട്ട് ജീവിക്കുന്നു. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ക്രെഡിറ്റ് കാർഡ് കൊടുത്തോ അല്ലെങ്കിൽ ചെയ്തിട്ടോ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നു. കിട്ടുന്ന വരുമാനം മൊത്തം കടം വീട്ടാൻ വേണ്ടിയിട്ട് പലിശ ഉൾപ്പെടെ കൊടുക്കുന്നു. എന്തൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്? അത് നമ്മൾ പറയുന്നത്, ഹരിപ്രസാദ് അത് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സാക്ഷിയുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് അത് പറയുന്നത്. ഇപ്പം ഞാനിത് പറയുന്നു, ധനപരമായിട്ടുള്ളൊരു പ്രശ്നവും എൻ്റെ ഈ 45 വയസ്സിൻ്റെ ഇടയ്ക്ക് നമുക്ക് കാണുന്നില്ല. അയ്യോ തിരുമേനിമാർക്ക് ഇഷ്ടം പോലെ കാശ് കിട്ടുമെന്നുള്ളതല്ല, തിരുമേനിമാർ കാശ് കിട്ടാത്തവരുടെ മോഷണം കേസിൽ പ്രതിയായി എന്ന് പറഞ്ഞ് എത്രയോ വാർത്തകൾ കേൾക്കുന്നു. ദേവിയുടെ തിരുവാഭരണം മോഷ്ടിച്ചുകൊണ്ട് പോയ തിരുമേനിമാരുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്ന എത്രയോ വീഡിയോസ് നമുക്ക് കാണുന്നു. കുറേയൊക്കെ അവർ പിന്നെ ഒന്ന് ഒതുക്കി വിടുന്നവരൊക്കെ ഉണ്ട്, മോഷണം നടത്തുന്നവരുണ്ട്. അതുപോലെ തന്നെ ഉള്ള വിഷയങ്ങളുള്ള ഒരുപാട് കേസുണ്ട്. അപ്പം അതല്ല നമ്മുടെ വിഷയം. അപ്പം ധനപരമായിട്ടുള്ള പ്രശ്നം ഇല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മുടെ മുന്നോട്ടുള്ള കർമ്മം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആരോഗ്യ പ്രശ്നം വരത്തില്ല, നമുക്ക് ധനപരമായിട്ടുള്ള പ്രശ്നം വരാതിരുന്നു കൊണ്ട്, എന്നാൽ പ്രശ്നങ്ങൾ വരുന്നതിനെ പരിഹരിച്ചു പോകുന്നത് ഉണ്ടാകും കൂടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് നമ്മൾ ചെയ്തത്. ഇപ്പം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫലം പറയുന്ന വീഡിയോ ഇങ്ങനെ കൂടിപ്പോകും. കാരണം നമ്മൾ വീഡിയോ എടുക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടുമാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ ഇവിടെ വെച്ചിരിക്കുന്ന ക്യാമറാമാന്മാർ ഒരുപാട് പേര് പുറകെ നിൽപ്പുണ്ട്, ലൈറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്,
സൗണ്ട് നോക്കാൻ കമ്പ്യൂട്ടറുമായിട്ട് അപ്പുറത്ത് ആളിരിപ്പുണ്ട്, സൗണ്ട് പറയുന്നത് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് കേൾക്കാൻ ആളിരിപ്പുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ആളിരിപ്പുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവരോടല്ല പറയുന്നത്. നമ്മളെന്താ പറയുന്നത്? ഒരു സിനിമ പറയുന്ന പോലെ, സിനിമയിൽ ആൾക്കാർ കരയുന്നു, ചിരിക്കുന്നു, വർത്തമാനം പറയുന്നത് പോലെ തന്നെ നിങ്ങളോട് ഞാൻ സംസാരിക്കുകയാണ്. ഇപ്പോൾ ഒരു രവീന്ദ്രൻ അത് കാണും, രവീന്ദ്രനോടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ളെങ്കിൽ അത് കാണുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു പോയില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. ചുമ്മാ കുറേ ഫലം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഒറ്റയടിക്ക് വേണേൽ ഫലം പറയുന്ന വീഡിയോ ഇടാം. ഇപ്പോൾ ലാസ്റ്റ് നിങ്ങളത് സ്ക്രോൾ ചെയ്ത് പോകും. അപ്പോൾ ധനുക്കൂറുകാരൻ എഴുതി വെക്കുന്നു, ധനസ്ഥാനത്ത് ആരുമില്ല. 3-ാം ഭാവമായിട്ടുള്ള അടുത്ത രാഹു, 4-ാം ഭാവമായിട്ടുള്ള ഗൃഹം വാഹന സ്ഥാനത്ത് ശനി, 5-ാം ഭാവമായിട്ടുള്ള മനസ്സിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നു. നമ്മൾ വൃശ്ചികക്കാരൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ വൃശ്ചികക്കാരൻ അഷ്ടമത്തിൽ വ്യാഴം, സൂര്യൻ, എനിക്ക് സൂര്യൻ ഇങ്ങോട്ട് മാറുന്നു, ചൊവ്വ, എനിക്ക് ഇപ്പോൾ കർമ്മസ്ഥാനത്ത് കേതുവും ചൊവ്വയുണ്ട്. എനിക്ക് കർമ്മസ്ഥാനത്ത് കേതുവും ചൊവ്വ നിൽക്കുന്നത് നല്ലതല്ല. അപ്പം 11-ൽ ലാഭസ്ഥാനം, 12-ൽ ആരുമില്ല. ധനുക്കൂറുകാരന് ധനസ്ഥാനത്ത് ആരുമില്ല. ധനത്തിൻ്റെ അധിപതിയായിട്ടുള്ളവർ 4-ാം ഭാവത്തിൽ നിൽക്കുകയാണ്. രാഹു നമുക്ക് 3-ാം ഭാവത്തിൽ നിൽക്കുകയാണ്. വ്യാഴം, ഇവിടെ ശുക്രൻ നമുക്ക് 5-ാം ഭാവമായിട്ടുള്ള മനസ്സ് സന്താന സ്ഥാനത്ത് നിൽക്കുകയാണ്. ഇനി 6-ാം ഭാവത്തിലോട്ട് മാറുന്നു. എനിക്ക് ഭാര്യാസ്ഥാനമായിട്ടുള്ള സ്ഥാനം, ഭാര്യാസ്ഥാനം എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഐശ്വര്യസ്ഥാനവും കൂടെയാണ് 7-ാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നത്. നമ്മുടെ ഇണ, ഒരു പുരുഷൻ്റെ ഇണ നല്ലതുപോലെ നിൽക്കുവാണെങ്കിൽ, ഒരു സ്ത്രീയെ അവളുടെ മുഖഭാവത്തിലൂടെ അവളുടെ ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്നതിനെക്കുറിച്ചും, ഇങ്ങനെ സുഖസൗകര്യം എന്ന് പറയുന്നത് ലൈംഗിക സുഖം മാത്രത്തെക്കുറിച്ചല്ല പറയുന്നത്. അവരുടെ ഭർത്താവിൽ നിന്നും അവർ നല്ല അനുഭവങ്ങളാണ് അവർക്ക് കിട്ടുന്നത്, നല്ല കെയറാണ് കിട്ടുന്നത്. അവരുടെ മുഖഭാവത്തിൽ കൂടെ എഴുതി വെച്ചതുപോലെ ഞങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. ഒരാളുടെ വർത്തമാനം, ഒരാളുടെ സംസാരം, ഒരാളുടെ പ്രവൃത്തി, ഇതെല്ലാം കാണുമ്പോൾ തിരിച്ചതുപോലെ തന്നെ ഒരു പുരുഷനെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും അവർക്ക് വീട്ടിൽ ഭാര്യയും ഇയാളുമായിട്ട് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നിങ്ങളുടെ 7-ാം ഭാവത്തെ കൊണ്ട് നിങ്ങളുടെ ഐശ്വര്യസ്ഥാനമാണ് ചിന്തിക്കുന്നത്. ഒരു സ്ത്രീക്ക് ഉത്തമനായിട്ടും സംരക്ഷിക്കുന്നതും സ്നേഹമുള്ള ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ അവർക്ക് 7-ാം ഭാവം നല്ലതായിട്ട് നിന്ന് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നേരെ തിരിച്ച് അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് പുരുഷൻ ഇതെന്താ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ മാത്രം ഇങ്ങോട്ട് സ്നേഹിക്കണം എന്നുള്ളതല്ല. നമ്മളെ സ്നേഹിച്ച് വരുമ്പോൾ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ അതങ്ങ് കളയണം, നമ്മളങ്ങ് മനസ്സിൽ നിന്ന് കളയണം. എന്താ കാര്യം? ഇന്നലെ ഒരു ഡേറ്റിൽ ഉള്ളായ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും എടുത്ത് ഇവിടെ വെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതായത് പഴയ ദോഷകാര്യങ്ങൾ, പഴയ കാലത്ത് സംഭവിച്ച കാര്യങ്ങൾ മാലിന്യമാണെന്ന് മനസ്സിലാക്കണം. അതിനെ വീണ്ടും എടുത്തിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റ് നമ്മൾ കൊണ്ടുപോയി വെളിയിൽ കളഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് എടുത്ത് കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും? കൊണ്ടുപോയി കളഞ്ഞതിനേക്കാളും കൂടുതൽ വാടകയായിരിക്കും അന്നേരം. എന്ന പോലെ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള പഴയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളെ നമ്മൾ ഇഗ്നോർ ചെയ്യുക. പുതിയ ഡേറ്റിലുള്ള കാര്യങ്ങൾ എടുക്കുക. അതങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ, അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ. ആ വിടാതിരിക്കുന്ന കാര്യമാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ചെറിയ കാര്യങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളുടെ ജാതകത്തിലെ 7-ാം ഭാവം കൊണ്ട് അറിയാൻ പറ്റും നിങ്ങളുടെ ജാതകത്തിലെ അവസ്ഥ ഗുണകരമായിട്ടാണോ. 7-ാം ഭാവാധിപതി നിൽക്കുന്ന പോലെ ഇരിക്കും. ഭാര്യയുടെ 7-ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങളാണ് നിൽക്കുന്നതെങ്കിൽ അടിപൊളിയാണ്. നേരെ തിരിച്ച് കേതുവാണ് നിൽക്കുന്നത്. അതുകൊണ്ട് 7-ൽ ചൊവ്വ, 8-ൽ ചൊവ്വ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലയോ? ചൊവ്വ എന്ന് വെച്ചാൽ കലഹകാരകനാണ്. അവരെ കൊണ്ട് കലഹകാരണം, മരണകാരകൻ, അതുപോലെ ആയുധം, മുറിവ്, ചതവുകളെ കൊണ്ട് ചിന്തിക്കുന്നവരാണ്. അപ്പോൾ അടി വഴക്കൊക്കെ ഉണ്ടാവുമെന്നും ഇതുകൊണ്ടാണ് നമ്മൾ പറയും 7 ചൊവ്വ നിൽപ്പുണ്ട്, കല്യാണം നടത്തണ്ടെന്ന് പറഞ്ഞു കൊടുക്കും. അതെന്താ അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ചൊവ്വ ആകാശമണ്ഡലത്തിലിരിക്കുന്ന ചൊവ്വ നിങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ളതല്ല. അയാൾ ജനിച്ച സമയത്ത് നിങ്ങളുടെ രാശിപ്രകാരം ലഗ്നാൽ 7-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു. അവിടെ തന്നെ നിന്നുകൊണ്ടിരിക്കുകയല്ല, പിന്നെ സഞ്ചരിക്കുമല്ലയോ. അപ്പോൾ ആ ജനിച്ച സമയത്ത് അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. യോജരാശിയാണോ യുഗ്മരാശിയാണോ നോക്കിയതിന് ശേഷം ഞങ്ങൾ പറയും ഒരു സുബ്രഹ്മണ്യ പൂജ ചെയ്യണമെന്ന് പറയും. ഭാര്യയും ഭർത്താവും കൂടി ഇരുന്നു കൊണ്ട് ഒരു സുബ്രഹ്മണ്യ പൂജ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇരുന്നു കൊണ്ട് ഒരു ഭദ്രകാളി ദേവിയുടെ പൂജ ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഓരോ ചരടുമൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ദാമ്പത്യ പ്രശ്നം മാറും. ദോഷമുള്ളവരോടായി പറയുന്നത്. നമ്മളീ പദ പറഞ്ഞു വരുന്നവരുടെ ഈ കാര്യമാണ് പറയും. നിങ്ങൾക്ക് ശുക്രൻ 6-ാം ഭാവത്തിലോട്ട് മാറുന്നുണ്ടെങ്കിലും വ്യാഴവും സൂര്യനും ഇവിടെ നിൽക്കുന്നു, 7-ൽ നിൽക്കുന്നു. അഷ്ടമത്തിൽ ബുധൻ, ധനുക്കൂറുകാരൻ എഴുതി വെക്കുന്നു. നമ്മുടെ ആരാ അഷ്ടമത്തിൽ നിൽക്കുന്നത്? നമ്മുടെ 7-ാം ഭാവാധിപനും കർമാധിപനുമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോണം. ബുധന് അപ്പം ഭാഗ്യസ്ഥാനത്ത്, ധനുക്കൂറുകാരൻ്റെ ഭാഗ്യസ്ഥാനത്ത് ചൊവ്വ നിൽപ്പുണ്ട്, കേതു നിൽപ്പുണ്ട്. അത് നമുക്ക് കേതു നിൽക്കുന്നത് കുറച്ച് ദോഷമാണ്. 9-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് ഗുണകരമാണ്. നമുക്ക് വ്യാഴം 7-ൽ നിൽക്കുന്നതും സൂര്യൻ നിൽക്കുന്നതും നമുക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമാണ്. എങ്കിലും ഫലസിദ്ധി കൂടുതൽ വരും. സൂര്യൻ ഭാഗ്യാധിപനാണ്. നിങ്ങളുടെതാണ് ഈ സൂര്യനാണ് നിങ്ങൾക്ക് ഇവിടെ നിൽക്കുന്നത്. ഭാഗ്യത്തിൻ്റെ അധിപനാണ്. ധനുക്കൂറുകാരൻ്റെ ഭാഗ്യത്തിൻ്റെ അധിപനായ സൂര്യൻ നമുക്ക് ഐശ്വര്യസ്ഥാനത്ത് നിൽക്കുന്നു. ഭാര്യാസ്ഥാനം എന്ന് മാത്രമല്ല, ഭാര്യയാണ് നമുക്ക് ഐശ്വര്യം തരുന്നത്.
ഭർത്താവാണ് നമുക്ക് ഐശ്വര്യം തരുന്നതെന്ന് സ്ത്രീയും മനസ്സിലാക്കണം, സ്ത്രീ മനസ്സിലാക്കണം എൻ്റെ ഭർത്താവാണ് എനിക്ക് ഐശ്വര്യം തരുന്നതെന്ന് മനസ്സിലാക്കണം. നേരെ തിരിച്ച് അങ്ങോട്ടേക്കിട്ടും മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ വാശി, നിർബന്ധ ബുദ്ധി ഇത് ജീവിതത്തിൽ നിന്ന് എടുത്ത് കളയണം. ഈഗോ എടുത്ത് കളയണം. നമ്മുടെ തലയിൽ ഞാൻ വലിയ ആളാണെന്നുള്ള ചിന്ത എടുത്ത് കളയണം. നമ്മുടെ പദവി എടുത്ത് വീട്ടിൽ വരുമ്പോൾ എടുത്ത് കളയണം. നിങ്ങൾ ചിലപ്പോൾ വലിയ ഉദ്യോഗസ്ഥനായിരിക്കാം. നമ്മളിപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുന്നവരാരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ നിങ്ങളോട് പറയത്തില്ല ആരൊക്കെയാണ് വിളിക്കുന്നതെന്ന്. ഒരാളോടും പറയത്തില്ല. എന്നെ വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഞാൻ അവരുടെ പേര് പറയുന്നില്ല. രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരായിട്ടുള്ളവർ വിളിക്കുന്നുണ്ട്, സിനിമാ മേഖലയിലുള്ള പ്രമുഖരായിട്ടുള്ളവർ വിളിക്കുന്നുണ്ട്, വലിയ വലിയ ഡോക്ടേഴ്സ് വിളിക്കുന്നുണ്ട്. അവരെ പറയുന്നില്ല. അപ്പം വ്യക്തികളെ പറയത്തില്ല, ഒരു കാരണവശാലും പറയത്തില്ല. അഡ്വക്കേറ്റ്സ് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ നമ്മളിൽ നിന്നും ജ്യോതിഷപരമായിട്ടുള്ള ഉപദേശം തേടും. എനിക്കൊരു നിയമപരമായിട്ടുള്ള ആവശ്യം വരുവാണെങ്കിൽ ഞാൻ പോയി അഡ്വക്കേറ്റിനെ കാണും. എനിക്ക് കാലിന് മുറിവുണ്ടായ സമയത്ത് നമ്മൾ ഡോക്ടറെ പോയി കാണും. ജ്യോതിഷം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. രോഗം വന്നാൽ നമ്മൾ ചികിത്സിക്കണം എന്ന് തന്നെ വേദശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഔഷധം എന്ന് പറയുന്നുണ്ട്. അതിന് മന്ത്രം വരെയുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവ്വ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണുവേ നമഃ. എന്ത് പറയുന്നു? രോഗമുണ്ടായാൽ, ദുരിതമുണ്ടായാൽ, വിഷമമുണ്ടായാൽ, മുറിവുണ്ടായാൽ നിങ്ങൾ ഈ പറയുന്ന മന്ത്രവും മരുന്നും കഴിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. മരുന്ന് കഴിക്കരുത് എന്ന് രോഗത്തിൽ പറയുന്നില്ല. മനസ്സിലായോ? അപ്പം മരുന്നും മന്ത്രവും ഉപയോഗിക്കണം. അടുത്ത മകരക്കൂറുകാരൻ എന്ത് വിചാരിക്കണം? എൻ്റെ ധനസ്ഥാനത്ത് രാഹു, എൻ്റെ 3ാം ഭാവമായിട്ടുള്ള സഹോദര കുടുംബസ്ഥാനത്ത് ശനി, എൻ്റെ 4ാം ഭാവം ഗൃഹം വാഹനസ്ഥാനത്ത് ശുക്രൻ, അത് 5ാം ഭാവത്തിലോട്ട് മാറുന്നു. മനസ്സിൻ്റെയും സന്താനത്തിൻ്റെയും ഭാവത്തോട്ട് മാറുന്നു. നല്ലതാണ്. 6ാം ഭാവം ഇവരുടെ കാര്യമാണ് പറഞ്ഞേ, ഇവരുടെ കാര്യം, മകരക്കൂറുകാരുടെ കാര്യം. നമുക്ക് രാഹു ധനസ്ഥാനത്ത്, ശനി 3ാം ഭാവം 4ാം ഭാവത്തിൽ, എനിക്ക് 6ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അത് നല്ലതല്ല. നമ്മുടെ ജാതകപ്രകാരം അഷ്ടമാധിപതിയാണ് നമ്മുടെ 6ാം ഭാവത്തിൽ നിൽക്കുന്നത്. ആര്? സൂര്യൻ. നമ്മുടെ 7ാം ഭാവമായിട്ടുള്ള ഐശ്വര്യസ്ഥാനത്തും ഭാര്യാസ്ഥാനത്തും ബുധൻ നിൽക്കുന്നു. ഒരു സ്ത്രീയാണെങ്കിൽ നിങ്ങളുടെ ഐശ്വര്യസ്ഥാനത്തും ഭർത്താവിൻ്റെ സ്ഥാനത്തും ബുധൻ നിൽക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഷ്ടമത്തിൽ നിൽക്കുന്നു. കേതുവും ചൊവ്വയും അഷ്ടമത്തിൽ നിൽക്കുന്നു. അത് കേതു അഷ്ടമത്തിൽ പോകുന്നത് നല്ലതാ. പിന്നെ ഭാഗ്യസ്ഥാനത്ത് ആരുമില്ല, കർമ്മസ്ഥാനത്ത് ആരുമില്ല, ലാഭസ്ഥാനത്ത് ആരുമില്ല, നഷ്ടസ്ഥാനത്ത് ആരുമില്ല. അതുപോലെ തന്നെ നമ്മൾ ഇത്രയും പേരുടെ കാര്യം പറയേണ്ട കാര്യമില്ല, ഒരുപാട് എളുപ്പമായിപ്പോയി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ല നമ്മൾ പറയാൻ ഉദ്ദേശിച്ച വീഡിയോ. പക്ഷേ ഇത് പറയാതെ മുന്നോട്ട് പോയാൽ ഒരു കാര്യമില്ല. എല്ലാ ദിവസവും ചോറ് വാരി തരുന്നവരിരിക്കും. അമ്മ 20 വയസ്സായി കഴിഞ്ഞൊരു പയ്യന് ചോറ് വാരി കൊടുത്ത് നിൽക്കുന്ന കണ്ടാൽ നമ്മൾ പോയി അമ്മയെ വഴക്ക് പറയുകയോ അടിക്കുകയോ ചെയ്യും. ആരാ? ഭാര്യയെ. ഇനി ഇപ്പോഴും കൊച്ചിന് ചോറ് വാരി കൊടുക്കുന്നോ? ചുമ്മാ ഒരു തമാശയ്ക്ക് വേണേൽ കൊടുത്തോട്ടെ, അല്ലാതെ എപ്പോഴും വാരി കൊടുത്താൽ എങ്ങനെ ഇരിക്കും? എപ്പോഴും അവരുടെ പ്രാഥമിക കാര്യങ്ങളിൽ പോയി സഹായിച്ചു കൊടുത്താൽ എങ്ങനെ ഇരിക്കും? അത് പാടില്ലല്ലോ. അതാ നമ്മൾ പൂച്ചയുടെ കാര്യം പറഞ്ഞ, പൂച്ച കൂടി വന്ന 1.5 മാസത്തിൽ കൂടുതൽ കുഞ്ഞിനെ നോക്കത്തില്ല. ജ്യോതിഷത്തെ എപ്പോഴും ഒരാൾ പറഞ്ഞു തന്നിട്ട് മനസ്സിലാക്കുക എന്നുള്ളൊരു രീതി ശരിയല്ല. കാരണം അവരുടെ മാനസികമായിട്ടുള്ള അവസ്ഥയും കൂടെ ചേർത്തായിരിക്കും അവർ ഫലം പറയുന്നത്. അപ്പം നിങ്ങളെ മാനസികമായിട്ട് തകർക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇന്ന് എന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞ് എന്താ അറിയാമോ? എൻ്റെ കുഞ്ഞുങ്ങളുടെ ജാതകം കൊണ്ട് എൻ്റെ ഭർത്താവിനും എനിക്കും ആപത്ത് വരാൻ സാധ്യതയുണ്ട് എന്ന് ഒരു ജ്യോതിഷം പറഞ്ഞ് അവരങ്ങ് വിഷമിക്കുകയാണ്. ആളിനെ പറയുന്നില്ല, വെറുതെ പറയുന്നതും അല്ല. അവരെന്നെ വിളിച്ചിട്ടുണ്ട്. അവർ ഈ വീഡിയോ കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഞാനാ പറഞ്ഞതെന്നുള്ളത്. ഞാൻ അവരോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോഷം ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സെന്ന് പറഞ്ഞ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള ഭാരം ഏൽക്കും. ഒരുപാട് പേരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു ജ്യോതിഷം നോക്കിയ ഒരാൾ പറഞ്ഞു, ജ്യോതിഷം നോക്കുന്നിടത്ത് ഒരു അമ്മ വന്നിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞ് ഇത്രാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പോകും എന്ന് ജ്യോതിഷം പറഞ്ഞു എന്ന് പറഞ്ഞ് അവർ കരയാണ്, അലമുറയിട്ട് കരയാണ്. എന്തോ ഉദ്ദേശിക്കുന്നത്? ഇയാൾ ഒരു പൂജ ചെയ്യിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 75,000 രൂപ ഇയാൾക്ക് വേണം ഇവരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ അതാ ഉദ്ദേശിക്കുന്നത്. അത് ചെയ്തവരെവിടെയും കടം മേടിച്ചോ പലിശയ്ക്ക് എടുത്തോ പണയം വെച്ചോ കൊണ്ട് കൊടുക്കും. കുഞ്ഞിൻ്റെ ആയുസ് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ആയുസ്സല്ലയോ വലുത്, കാശ് എങ്ങനെയും ഉണ്ടാക്കാം. പക്ഷേ ഇത് സത്യമല്ല എന്നുള്ള കാര്യമല്ലയോ ഇതിൻ്റെ അടുത്ത രസം. ഇയാൾ പറഞ്ഞത് ഇയാളുടെ കാശിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ പൂജ ചെയ്തു, ജ്യോതിഷനായനോ പൂജാരിക്കോ എന്ത് കിട്ടി? പൈസ കിട്ടി. അയാൾക്ക് ചിലപ്പോൾ ഒരു മാസത്തെ വല്ല സ്വർണം മേടിക്കാനോ, അയാളുടെ ഒരു ചിട്ടി അടയ്ക്കാനോ, അല്ലെങ്കിൽ അയാളുടെ ഇന്നോവ കാറിനോ, അല്ലെങ്കിൽ അയാളുടെ ഏതെങ്കിലും ഒരു വലിയ കാറിനോ CC അടയ്ക്കാൻ വേണ്ടിയിട്ട് ആ പൈസ ഉപകരിക്കാതിരിക്കാം. പക്ഷേ ഇവരുടെ മാനസികമായിട്ടുള്ള സ്ഥിതി ഉണ്ടല്ലോ, അത് ജീവിതകാലം മുഴുവൻ വേട്ടയാടും അവരെ. ആ വേട്ടയാടുന്ന ശാപം ഇയാൾക്ക് കിട്ടും, ഇയാളുടെ തലമുറയ്ക്ക് കിട്ടും. അതുകൊണ്ട് ജ്യോതിഷത്തിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ പറയത്തില്ല. അപ്പം ഞാൻ വേന്ദ്രനാണല്ലോ എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ജ്യോതിഷത്തിൽ ഒരിക്കലും അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ജ്യോതിഷത്തിൽ ഒരിക്കലും മനുഷ്യർക്ക് ദോഷം പറയുന്ന ഒരു കാര്യവും പറയുന്നില്ല. കേതു പോലും എന്ന് പറയാൻ കേതു ഗ്രഹമാണ് ഏറ്റവും വലിയ ശക്തനെന്ന് ഞാൻ ജ്യോതിഷത്തിൽ പറയും. എന്താ കാര്യം? നിൽക്കേണ്ടടുത്ത് നിൽക്കുന്നാൽ
നിൽക്കേണ്ടടുത്ത് നിന്നാൽ കേതു തരുന്നതൊന്നും വേറെ ആർക്കും തരാൻ പറ്റത്തില്ല. കാരണം കണ്ണില്ലാത്ത ആളാണ്, എന്തും എടുത്തു തരും, കൈ തരും. കൈയിരിക്കുന്ന ഇങ്ങനെ എടുത്തു തന്നുകൊണ്ടിരിക്കുകയില്ലയോ. അപ്പോൾ എടുത്തു തരുന്നത് ഭയങ്കര ശക്തിയുള്ളതായിരിക്കും. അപ്പം മാനസികമായിട്ട് നമ്മൾ ഡെസ്പായിട്ട് തകർന്നു പോയാൽ ജീവിതം നശിച്ചു പോകും. ജ്യോതിഷം നോക്കുന്ന രാജസന്നിധിയിൽ ജ്യോതിഷം നോക്കാൻ വേണ്ടിയിട്ട് പണ്ഡിതനെ വിളിച്ചു വരുത്തി രാജാവ്. അപ്പം രാജാവിനോട് ജ്യോതിഷൻ പറഞ്ഞു, നാട് മുഴുവൻ ഉത്സവം നടക്കാൻ പോവുക അങ്ങയുടെ ഇപ്പോഴത്തെ സമയം അനുസരിച്ച്. ഓഹോ, വളരെ നല്ലതായിരിക്കുന്നല്ലോ. പിന്നെന്തൊക്കെയാണ് വിശേഷം ഗുരുവേ? അപ്പം നാട്ടിൽ ഉത്സവം നടക്കാൻ പോകുന്നു, നാട്ടുകാർക്കെല്ലാം ആനന്ദത്തിൽ ആറാടാൻ പോകുന്നു, കൊട്ടാരത്തിൽ മോടി പിടിപ്പിക്കാൻ പോകുന്നു, കൊട്ടാരത്തിൽ ഒരുപാട് വർക്കുകളൊക്കെ ചിത്രപ്പണികളൊക്കെ കൂട്ടാൻ പോകുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരാൻ പോകുന്നു, നാടിൽ ഉത്സവം വരാൻ പോകുന്നു, അങ്ങയുടെ സമയം വെച്ചുകൊണ്ട് അങ്ങനെയാണ് കാണുന്നത് എന്ന് പറഞ്ഞു. പട്ടും വളയും, പോകാൻ നേരത്ത് കുറേ പശുക്കളും സ്വർണ്ണ നാണയങ്ങളും കൊണ്ടുപോയി വിടാനായിട്ട് ഇത്രയും സാധനങ്ങളുമായിട്ട് ഇയാൾക്ക് വീട്ടിലോട്ട് പോവില്ലയോ. അപ്പോൾ പരിചാരകന്മാരും ഒക്കെ ആയിട്ട് ഇയാളെ പറഞ്ഞു വിട്ടു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇയാൾ ഇങ്ങനൊന്നും കാണുന്നില്ല, അതിൻ്റെ ലക്ഷണം കാണണ്ടേ. അപ്പോൾ അടുത്ത ആളിനെയും കൂടെ വിളിച്ച്, വേറൊരു ജ്യോത്സ്യരെ വിളിച്ച് വരുത്തി. ആര്? രാജാവ്. അപ്പോൾ ഈ രാജാവിനോട് ഈ ജ്യോത്സ്യം കവടിയെല്ലാം വെച്ച് നോക്കിയിട്ട് പറഞ്ഞ്, അങ്ങേക്ക് ഇപ്പം 6-ാം ഭാവത്തിൽ അഷ്ടമാധിപൻ്റെ അപഹാരമാണ്. 6-ാം ഭാവത്തിൻ്റെ ദശയിൽ, 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദശയിൽ അഷ്ടമാധിപൻ്റെ അപഹാരം നടക്കുകയാണ്, അങ്ങയുടെ ആയുസ് തീരാറായി എന്ന് പറഞ്ഞു. അപ്പം തന്നെ കാച്ചിക്കളഞ്ഞ് തല വെളിപ്പോയി. ആരുടെ? ജ്യോത്സ്യൻ്റെ. മറ്റേയാൾ പറഞ്ഞിട്ട് പോയതും അത് തന്നെയായിരുന്നു. കാരണം യുവരാജാവ് ഇപ്പം രാജാവാകാൻ പോവുക. അപ്പം നാട്ടിൽ ഉത്സവം നടക്കുമല്ലോ ഓട്ടോമാറ്റിക്കലി. രാജാവിൻ്റെ പട്ടാഭിഷേകം എന്ന് പറയുമ്പോൾ എന്താവും? 2-3 മാസം എടുക്കും. ഇദ്ദേഹം മരിച്ച് മറ്റ് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കുമല്ലോ. അപ്പം നാട്ടിൽ അടുത്ത ആളിനെ രാജാവായിട്ട് വാഴിക്കുമ്പോൾ പണ്ടത്തെ കാലഘട്ടത്തിൽ അതുപോലെ കൊട്ടാരങ്ങളൊക്കെ മേടുപിടിപ്പിച്ച് നാട്ടുകാരെല്ലാം വിളിച്ച് സദ്യവട്ടങ്ങളൊക്കെ കൊടുത്ത് നാട്ടുകാർക്കെല്ലാം നമ്മുടെ ഇന്നത്തെ മന്ത്രിസഭ വരുന്ന പോലെയൊക്കെ കിറ്റുകളൊക്കെ കൊടുത്ത് ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടാവും. രണ്ടുപേരും പറഞ്ഞത് ഒരേ കാര്യം, മറ്റേയാളുടെ തല പോയി, ഇയാളെ പട്ടും വളയും കിട്ടി വീട്ടിൽ പരിചാരകരെ കൊണ്ടുവിട്ട്. സംഭവം ശരിയായിരുന്നു. അപ്പം എന്ന് പറഞ്ഞതുപോലെ ജ്യോതിഷത്തിൽ ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പം അശ്വതി ഭരണി കാർത്തിക കാലുകാർക്ക് നിങ്ങൾക്ക് ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുന്നു, ധനപരമായിട്ടുള്ള പുരോഗതിയും സർവ്വ ഐശ്വര്യം സർവ്വഭാഗ്യം ഉണ്ടാകുന്നു. 3-ാം ഭാവത്തിൽ നിങ്ങളുടെ സഹോദര സ്ഥാനത്തായിരിക്കുന്നു വ്യാഴം നിൽക്കുന്നു, നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങൾക്ക് കുടുംബപരമായിട്ടുള്ള പ്രയോജനങ്ങൾ, ധനപരമായിട്ടുള്ള പുരോഗതി എല്ലാം ഉണ്ടാകും കേട്ടോ. നിങ്ങൾക്ക് 6-ാം ഭാവാധിപൻ നിങ്ങൾക്ക് 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പം ഗൃഹത്തിൻ്റെ സ്ഥാനത്തും വാഹനത്തിൻ്റെ സ്ഥാനത്തും ഒരു ദോഷം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബുധൻ്റെ പ്രതിനിധീകരിക്കുന്ന ദേവനായിട്ടുള്ള ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ ഈ മാസം നിങ്ങൾ ഒരു പുഷ്പാഞ്ജലിയും ഒരു വഴിപാടൊക്കെ നടത്തണം. സംഭവം എന്തുവാ പറയാനാണെങ്കിൽ, നിങ്ങൾക്ക് വാഹനാപകടം ഉണ്ടാകുമെന്നും ശത്രുക്കളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാകുമെന്നും നിങ്ങളുടെ ഗൃഹത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ഒക്കെയാണ് അവിടെ പറയേണ്ടത്. അവിടെ പറയുന്ന രീതി എങ്ങനെയാണ്? രണ്ടും ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 6-ാം ഭാവം, നിങ്ങൾ 1, 2, 3, 4, 5-ാം ഭാവം സന്താന സ്ഥാനത്ത് കേതുവാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും കുട്ടികൾക്ക് ആപത്തിൽപ്പെടുമെന്നും കേസ് വഴക്കുകൾ ഉണ്ടാകുമെന്നും അവർക്ക് ദുരിതങ്ങൾ ഉണ്ടാകുമെന്നുമാണ് ഞാൻ പറയേണ്ടത്. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങളുടെ മനസ്സിൻ്റെ സ്ഥാനത്തും സന്താനത്തിൻ്റെ സ്ഥാനത്തും കേതു നിൽക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ദോഷമാണ്. അതിനാൽ നിങ്ങളുടെ കുട്ടികളുടെ പേരിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മാസം ഒരു ഗണപതി ഹോമം ചെയ്യണം, ഒരു മൃത്യുഞ്ജയ ഹോമം ചെയ്യണം. അതുപോലെ തന്നെ സന്താന ഗോപാല മന്ത്രാർച്ചനയും കൂടെ നടത്തണം. കേതു 5-ാം ഭാവത്തിൽ വരുന്നത് നമുക്ക് കുറച്ച് ദോഷമാണ് എന്നങ്ങ് പറയും. എന്താ പിന്നെ നേരെ പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാക്ക് ഭരിക്കാൻ പാടില്ല. അപ്പം ദുരിതത്തെ നമ്മൾ മാറ്റി പറയണം, എന്നാൽ ദുരിതം ഉണ്ടാകാനും പാടില്ല അവർക്ക്. അങ്ങനെ പറയണം. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറയുക, രോഗി ക്യാൻസറാണ്, ഇത് ചികിത്സയുള്ളതല്ല, നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, വീട്ടിൽ പോയി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോ, വല്ലതൊക്കെ തിന്ന് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. നിങ്ങൾ അപ്പം തന്നെ ചിലപ്പോൾ തട്ടിപ്പോവും. അപ്പോൾ ഡോക്ടർ പറയുക, നമുക്കിതൊക്കെ ശരിയാക്കാം, നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. എന്തായാലും ജനിച്ചാലൊരിക്കൽ ജീവിതത്തിൽ ഉറപ്പുണ്ടാവും, നമ്മൾ പണക്കാരനാവത്തില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. നമ്മൾ അമേരിക്കയിൽ പോകത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ നമ്മൾ ഒരൊറ്റ കാര്യം ഉറപ്പുണ്ട്, മരിച്ചു പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ സമാധാനമായിട്ടിരിക്കും. ഒരിക്കലും എന്തായാലും ജനിച്ചാൽ മരിക്കണമല്ലോ, അങ്ങനെ ഒന്നും മരിക്കത്തില്ല, ഞങ്ങളൊക്കെ എത്ര ക്യാൻസർ മാറ്റിയതാ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇയാൾക്ക് മാനസികമായിട്ടങ്ങ് സന്തോഷമായി. അയ്യോ സന്തോഷം സാറേ. അപ്പോൾ അമ്മയുടെ മൈൻഡ് നല്ലതായി, ഇയാൾ കൊടുക്കുന്ന മരുന്ന് മൈൻഡ് നല്ലതായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ ഒന്നും വരത്തില്ല, ഇതൊക്കെ നിസ്സാര കാര്യമുള്ളെന്ന്. ഇതൊക്കെ ഇപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞൊരു വിഷയമേ അല്ല, നമുക്കൊരു ഇഞ്ചക്ഷൻ എടുത്താൽ അതിന് പ്രതിരോധ മരുന്നൊക്കെ ഇപ്പോൾ ആസ്ട്രേലിയയിൽ കണ്ടുപിടിച്ചെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ചികിത്സിച്ച് നോക്കിക്കോ, ഇയാൾ രക്ഷപ്പെടും, ഉറപ്പായിട്ടും രക്ഷപ്പെടും, മരിക്കത്തില്ല, ആയുസ്സെത്തിയിട്ടേ മരിക്കത്തുള്ളൂ. അപ്പം മനസ്സിനെ ഡെസ്പാക്കിയാൽ എന്ത് പറ്റും? നശിച്ച്. ഒരു ബിസിനസ്സുകാരൻ ജ്യോത്സ്യനെ വിളിക്കുമ്പം പറയുകയാണ്, പോയി
നിങ്ങൾക്ക് കഷ്ടകാലമാണ്, കയ്യിരിക്കുന്ന എല്ലാം പോക്കടിയാന്ന് പറഞ്ഞാൽ ഇയാളുടെ സമയം മോശമല്ലെങ്കിലും പോകും. അപ്പം ഈ കാര്യം പറയുന്നു. അടുത്തതായിട്ട് നമ്മൾ രാഹുവിൻ്റെ ഇനി ഇവരുടെ ഫലമൊന്നും അല്ലേ പറയുന്നത്, ഈ ഫലമല്ല പറയുന്നത്. കുംഭക്കൂറുകാർക്ക് ധനസ്ഥാനത്ത് ശനി, 3-ാം ഭാവത്തിൽ ശുക്രൻ, 4-ാം ഭാവമായിട്ടുള്ള ഗ്രഹം വാഹന സ്ഥാനത്ത് ആരുമില്ല, 5-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു, സൂര്യൻ നിൽക്കുന്നു, 6-ാം ഭാവമായിട്ടുള്ള ശത്രു രോഗസ്ഥാനത്ത് ബുധൻ, 7-ാം ഭാവമായിട്ടുള്ള ഭാര്യ ഐശ്വര്യസ്ഥാനമായിട്ടുള്ളിടത്ത് ചൊവ്വയും കേതുവും, സ്ത്രീക്കാണെങ്കിൽ ഐശ്വര്യസ്ഥാനവും ഭർത്താവിൻ്റെ സ്ഥാനത്ത് ചൊവ്വയും കേതുവും. അത് നല്ലതല്ല. അഷ്ടമത്തിലാരുമില്ല, 9-ലാരുമില്ല, 10-ലാരുമില്ല, 11-ലാരുമില്ല, 12-ലാരുമില്ല. ഇനി നമ്മളിവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫലം നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ് പറയുന്നത്, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ അശ്വതി ഭരണി കാർത്തിക കാലുകാർ നിങ്ങൾ കാണുന്നുണ്ടെന്ന വരിയിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് ജാതകപരമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കാരണം 2-ാം ഭാവത്തിൽ ശുക്രൻ. അതിൻ്റെ ഇനി കാരണം പറയുന്നില്ല, നിങ്ങൾക്കുള്ള ഫലം മാത്രം പറയാം. കുടുംബജീവിതം സമാധാനപരമായിട്ടും, അതുപോലെ തന്നെ വാക്കുകൾ കുറച്ച് മിതത സൂക്ഷിക്കണം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പൊതുവെ ഉത്സാഹത്തോടെ ചെയ്തു തീർക്കാൻ പറ്റുമെന്നും, സാമ്പത്തിക നില ഭദ്രമായിട്ട് തീരുമെന്നും, പൊതുവിൽ നമുക്ക് ഈ ഗ്രഹസ്ഥിതികളെല്ലാം വെച്ച് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലസിദ്ധിയാണെന്നാണ് ഈ വരുന്ന ജൂലൈ മാസത്തിലെ ഫലസിദ്ധി കാണുന്നത്. ധാരാളം ഗുണഫലങ്ങളും ഉത്സാഹത്തോടെ ചെയ്തു തീർക്കാൻ പറ്റുമെന്നും, ധനപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുമെന്നും, യൂണിഫോമുള്ള മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും പലവിധത്തിലുള്ള ഗുണഫലങ്ങൾ വർദ്ധിക്കുമെന്നുമാണ് കാണിക്കുന്നത്. ചൊവ്വയുടെ സ്ഥിതി വെച്ചാൽ അത് പറയുന്നത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പോലീസുകാരനായാലും പട്ടാളക്കാരൻ മാത്രമല്ലല്ലോ, ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി എടുത്താൽ എന്താ യൂണിഫോമുള്ള തൊഴിലാണ് പറഞ്ഞത്. അപ്പം നമ്മൾ റോഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളും ഇപ്പോൾ യൂണിഫോം ഇട്ട് തുടങ്ങിയിട്ടുണ്ട്, വക്കീലിന് യൂണിഫോം ഉണ്ട് അല്ലേ. അങ്ങനെ യൂണിഫോം ഇട്ട തൊഴിലാളികളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ലതായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വാക്കുകളിൽ സൂക്ഷ്മത വരണം എന്ന് തന്നെയാണ് പറയുന്നത്. 2-ാം ഭാവമായിട്ടുള്ള ഇടവക്കൂറുകാർക്ക് നിങ്ങൾക്ക് സംഭവിക്കുന്നത്, ഉദ്യോഗാർത്ഥികളായിട്ട് നിൽക്കുന്നവർക്ക്, ഇടവക്കൂറുകാരായ വരുന്ന ഇവർക്ക് നിങ്ങളുടെ കർമ്മസ്ഥാനത്ത് രാഹു നിൽക്കുന്നുണ്ട്. രാഹു അനുകൂലമായിട്ടാണ് നിൽക്കുന്നതെന്നും അവിടെ ചൊവ്വയുടെ ദൃഷ്ടിയുള്ളത് കൊണ്ടും വ്യാഴത്തിൻ്റെ ദൃഷ്ടി നമുക്ക് അങ്ങോട്ട് വരുന്നതുകൊണ്ടും ഇടവക്കൂറുകാർക്ക് കർമ്മസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ദൃഷ്ടിയുടെ കഥയൊക്കെ പറയാൻ പോയാൽ വീഡിയോ 3 മണിക്കൂർ മേളിൽ പോകും. അപ്പോൾ ഇനി ഫലം ഒന്ന് പറയുക. അപ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഇത് നേരത്തെ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഇടവക്കൂറുകാരെന്ന് മനസ്സിലാക്കി, എൻ്റെ കർമ്മരാശിയിൽ രാഹു ആണെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി അങ്ങോട്ടുണ്ട്. ഈ ഗ്രഹങ്ങൾക്ക് ദൃഷ്ടികളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. എല്ലാ ഗ്രഹങ്ങൾക്കും 7-ാം ഭാവത്തിലൂടെ ദൃഷ്ടിയുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് വ്യാഴത്തിന് 5-ാം ഭാവത്തിലേക്കും 9-ാം ഭാവത്തിലേക്കും ഒരു ദൃഷ്ടിയുണ്ട്. അതുപോലെ ശനിക്ക് 7-ാം ഭാവത്തിലേക്ക്, 3-ാം ഭാവത്തിലേക്ക്, 10-ാം ഭാവത്തിലേക്ക് ഒരു ദൃഷ്ടിയുണ്ട് ശനിക്ക്. ചൊവ്വയ്ക്ക് 7-ാം ഭാവത്തിലേക്കും 8-ാം ഭാവത്തിലേക്കും ഒരു ദൃഷ്ടിയുണ്ട്. അങ്ങനെ ദൃഷ്ടികളെ കുറിച്ച് പറയാൻ പോയാൽ ഇനിയും സമയം ഒരുപാട് പോകും. അപ്പം നമുക്ക് പ്രണയബന്ധങ്ങൾ ഉണ്ടാകുമെന്നും, ഇടവക്കൂറുകാർക്ക് പ്രണയബന്ധങ്ങൾ ഉണ്ടാകുമെന്നും, വിദേശയാത്രാപരമായിട്ടുള്ള ഗുണങ്ങളുണ്ടാകുമെന്നും, സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കാനുണ്ടാകുമെന്നും, അതുപോലെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു കരുതുന്ന പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുമെന്നും, ആരോഗ്യസ്ഥിതി മെച്ചമായിട്ട് വരുമെന്നും, അതുപോലെ തന്നെ അലസത നമുക്കുണ്ടായിരുന്നത് പൂർണ്ണമായിട്ടും വിട്ടൊഴിഞ്ഞു മാറുമെന്നും, നമ്മുടെ പങ്കാളിയുടെ സഹായം കൊണ്ട് പലവിധത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുമെന്നും ഒക്കെയാണ് ഇടവമാസ കൂറുകാരുടെ കാർത്തിക മുക്കാല് രോഹിണി മകേരത്തറക്കാരുടെ ഫലം പറയുന്നത്. അടുത്തതായിട്ടുള്ള ഫലസിദ്ധി എന്ന് പറയുന്നത് എഴുതി വെച്ചിരിക്കുന്നത് പറയാം. മിഥുനക്കൂറുകാരുടെ ഫലമാണ് നമ്മൾ പറയുന്നത്. നമുക്ക് പറയുന്നത് മത്സര പരീക്ഷയിൽ മിഥുനക്കൂറുകാർ ആരൊക്കെയാണ്? മകേരത്തരയും തിരുവാതിരയും പുണർത്തത്തിൽ മുക്കാലുകാർക്ക് വിദ്യാഭ്യാസപരമായിട്ട് നല്ല മെച്ചം ഉണ്ടാകുമെന്നും, സ്വന്തമായിട്ടുള്ള ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സ്ഥലമേമാണെന്നും, ദൂരയാത്രകൾ വർദ്ധിക്കുമെന്നും, സ്വർണ്ണാഭരണങ്ങളൊക്കെ സമ്മാനമായിട്ട് വസ്ത്രാഭരണ ലാഭം ഉണ്ടാകുമെന്നും, ശുക്രൻ വരാൻ പോകുന്നു, അതാ ലക്ഷ്മി യോഗം പറഞ്ഞത്. അപ്പം ശുക്രൻ്റെ വരവ് വരാൻ പോകുന്നു. 12-ൽ വരുമ്പം തന്നെ എൻ്റെ കാറ്റ് വീശാൻ തുടങ്ങും. അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമി വാങ്ങുമെന്നും, ദൂരയാത്രകൾ നേടിവെന്നും, വസ്ത്രാഭരണ ലാഭം ഉണ്ടാകുമെന്നും, നിങ്ങൾക്ക് ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകുമെന്നും, കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വിജയം ഉണ്ടാകുമെന്നും, എന്നാൽ വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ച് പണം ചെലവ് വരുമെന്നും പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞെത്തി വരാനാണെങ്കിൽ ശനിയുടെ ദൃഷ്ടി വരുന്നത് കൊണ്ടാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതൊരു ഫലം പറയുന്നുണ്ട്. കർക്കിടകൂറുകാർക്ക് വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണെന്നും, പഠന സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ വിദേശയാത്രയൊക്കെ പോയി നടത്തി നമുക്ക് അവിടെ പോയി ജോലിയൊക്കെ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് വിസയൊക്കെ ശ്രമിക്കുന്ന കർക്കിടകൂറിൽ വരുന്ന പുണർത്തത്തിൽക്കാല് പോയി ആയില്യക്കാ നക്ഷത്രക്കാർക്ക് വിദേശയാത്രാ സംബന്ധമായിട്ട് പഠിക്കുന്നതിനും തൊഴിലിനും വേണ്ടിയിട്ടൊക്കെ കാനഡ, യൂറോപ്പ്, ജർമ്മൻ ഭാഷയൊക്കെ പഠിച്ച് നിൽക്കുന്ന കുട്ടികളൊക്കെ ആയിട്ടുള്ളവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയം ഉണ്ടാകുമെന്നും, 12-ൽ വ്യാഴം നിൽക്കുന്നുണ്ട് അത് പറയുന്നത്. അതുപോലെ തന്നെ ഭാഗ്യകരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് വരുമെന്നും, മുൻകാല പ്രാബല്യത്തോടു കൂടി നമുക്ക് കിട്ടാനുണ്ടായിരുന്ന എന്തെങ്കിലും ആനുകൂല്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കിട്ടുമെന്നും,
നമ്മുടെ പങ്കാളിയുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ മറന്നിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നും ദീർഘകാലമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുമെന്നും എല്ലാം പറയുന്നുണ്ട്. നിങ്ങൾക്ക് വ്യാഴം 12-ലാണെന്ന് മനസ്സിലാക്കണം. അതിനാൽ വിഷ്ണു പ്രീതി വരുത്തി പ്രാർത്ഥിക്കണം. അനുകൂല ഫലം പറയുന്നതിൻ്റെ കൂടെ ദോഷപരിഹാരം കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ചിങ്ങക്കൂറുകാർക്ക് നിലവിൽ കേതുവിൻ്റെ സ്ഥിതി ഇവിടെ ഉണ്ട്. ഇനി ആ ഫലം പറയുന്നില്ല, നിങ്ങൾക്കുള്ള സ്ഥിതി നിങ്ങൾ മനസ്സിലാക്കുക. 7-ാം ഭാവമായിട്ടുള്ളിടത്ത് നീക്കുന്നു. ആദ്യം ഒരു കാണാത്തവർ കണ്ടെടുത്തുക. പൊതുവേ നമ്മുടെ ജാതകപ്രകാരം ഇപ്പം കർമ്മത്തിലേക്ക് ശുക്രൻ വരുന്നതുകൊണ്ട് ഭാഗ്യം നമ്മുടെ കൂടെ വരാൻ പോകുന്നു. കർമ്മപുരോഗതി ഉണ്ടാകാൻ പോകുന്നു. ധനപുരോഗതി ഉണ്ടാകാൻ പോകുന്നു. കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേർന്ന് യാത്രാവസരങ്ങളൊക്കെ ഉണ്ടാകുമെന്നും പഠനത്തിൽ നേരിട്ടുകൊണ്ടിരുന്ന വിഘ്നങ്ങൾ, തൊഴിലിൽ നേരിട്ടുകൊണ്ടിരുന്ന വിഘ്നങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞു മാറുമെന്നും അതുപോലെ തന്നെ പ്രവർത്തന രംഗത്ത്, രാഷ്ട്രീയ, സാംസ്കാരിക, കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അനുകൂലമായിട്ടുള്ള ഫലസിദ്ധി ഉണ്ടാകുമെന്നുള്ളതാണ് ജ്യോതിശാസ്ത്രപരമായിട്ട് കാണുന്നത്. കേതുവിൻ്റെ സ്ഥിതി ഉള്ളതുകൊണ്ട് നിങ്ങൾ ഗണപതി ഹോമം ചെയ്യണം, നാഗപ്രീതി വരുത്തണം. അഷ്ടമശനി നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നീലാഞ്ജന വിളക്ക് കത്തിക്കണം. കന്നിക്കൂറുകാരായിട്ടുള്ളവർക്ക് കണ്ടകശനിയുണ്ട്. രാഹു 1, 2, 3, 4, 5, 6-ാം ഭാവത്തിലുണ്ട്. 12-ൽ കേതുണ്ട്. ആ ഒരു അവസ്ഥിതി വെച്ചുകൊണ്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് തൊഴിൽ രംഗം 10-ാം ഭാവമായിട്ട് കന്നിക്കൂറുകാർക്ക് 10-ാം ഭാവം കർമ്മപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള തടസ്സങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുക, പുരോഗതി ഉണ്ടാവുക, ഐശ്വര്യം ഉണ്ടാവുക. അതുപോലെ തന്നെ തീരുമാനിച്ചിട്ടുള്ള യാത്രകളൊക്കെ നടത്താമെന്നും പറ്റുമെന്നും വിദേശ യാത്രകൾക്കൊക്കെ പോകാൻ പറ്റുമെന്നും ഒക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നും അപ്രതീക്ഷിതമായിട്ടുള്ള ധനസഹായം ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെയുള്ള ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവർക്ക് പറയാനുള്ളത്. നിങ്ങളുടെ 12-ൽ നിൽക്കുന്ന കേതുവിൻ്റെ ദോഷം മാറുന്നതിനുള്ള വഴിപാടുകളും നീലാഞ്ജന വിളക്ക് നിങ്ങൾ കത്തിക്കണം എന്നുള്ള വഴിപാടുകളാണ് പറയുന്നത്. തുലാക്കൂറുകാർക്ക് ഇപ്പം നിലവിൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ സ്ഥിതിയും എല്ലാം വെച്ചുകൊണ്ട് പൊതുവേ നമുക്ക് പറയാനുള്ളതെങ്കിൽ കുടുംബജീവിതം വളരെയധികം നല്ലതാകുമെന്നും പുതിയ കാര്യങ്ങൾ ഈ വർഷം നമുക്ക് ജൂലൈ മാസം മുതൽ ആരംഭിക്കാൻ തുടങ്ങുന്നവർക്കാണെങ്കിൽ അത് വളരെയധികം നല്ലതാണെന്നും ആരോഗ്യസ്ഥിതിയിലുണ്ടായിരുന്ന ദോഷങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുമെന്നും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുമെന്നും ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ ഗുണകരമായിട്ട് വരുമെന്നും ദൈവാധീനം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. 9-ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി വെച്ചുകൊണ്ട് ഗുണമായിട്ട് കാണുന്നുണ്ട്. ധനുക്കൂറുകാരായിട്ടുള്ള മൂലം, പൂരാട്, ഉത്തരാത്തിക്കാലുകാർക്ക് നമുക്ക് സാമ്പത്തിക സ്ഥിതി കുറച്ച് നമുക്ക് ഈ 2-ാം ഭാവാധിപതിയായിട്ടുള്ള ശനിയാണ് നമുക്ക് 4-ാം ഭാവത്തിൽ നിൽപ്പുണ്ട്. അതുപോലെ ശുക്രൻ്റെ ഒരു രാശിമാറ്റം കൊണ്ട് ധനപരമായിട്ടുള്ള കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ നമുക്ക് പ്രശ്നം വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മംഗല്യ സംബന്ധമായിട്ടുള്ള കാര്യത്തിന് കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. കുടുംബാംഗങ്ങളുടെ സഹകരണം ഒക്കെ ഉണ്ടാകുമെന്നും സാമ്പത്തിക സ്ഥിതി മോശമായിട്ട് കാണുന്നുണ്ട്. സൗഹൃദങ്ങളെ കൊണ്ട് നേട്ടം ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ കലാകായിക മത്സര രംഗത്തൊക്കെ വിജയിക്കുന്നവർക്ക് ഗുണകരമായിട്ട് വരുമെന്നും ഓഹരി ഷെയർ മാർക്കറ്റിലൊക്കെ നിക്ഷേപം നടത്തുന്നവർക്ക് ഗുണകരമായിട്ട് വരുമെന്നും വിവാഹാലോചനകൾക്കൊക്കെ അനുകൂലമായിട്ട് വരുമെന്നും കാണിക്കുന്നുണ്ട്. മകരക്കൂറുകാർക്ക് പൊതുവെ ഗുണകരമായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണിക്കുന്നുണ്ട്. മകരക്കൂറുകാരായിട്ടുള്ളവർക്ക് 2-ൽ രാഹു നിൽപ്പുണ്ട്. 2-ാം ഭാവാധിപതി 3-ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ആർക്കാ? മകരക്കൂറുകാർക്ക് പൊതുവിൽ നമുക്ക് ഇച്ചിരി ദോഷസ്ഥലമയമാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് പറയുന്നുണ്ട്. ഈ ജൂലൈ മാസത്തിൽ പൊതുവേ നമുക്ക് ഗുണകരമായിട്ടുള്ള ഒരു മാസമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ആരോഗ്യം തൃപ്തികരമായിരിക്കുന്നു. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു വരുന്നു. ഗൃഹത്തിൽ, കുടുംബത്തിലോ മംഗളകാര്യങ്ങൾ നടക്കുമെന്നും വിവാഹാദി മംഗളകാര്യങ്ങൾ നടക്കുമെന്നും ആരോഗ്യം മികച്ചതായിട്ട് വരുമെന്നും ബിസിനസ് നടത്തുന്നവർക്ക് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ദോഷസ്ഥാനമായിട്ട് നിൽക്കുന്നത് കേതുവുണ്ട്, രാഹുവുണ്ട്, ശനി, അതുപോലുള്ള ഗ്രഹസ്ഥിതി ദോഷമായി നിൽക്കുന്നതിനാൽ ഗണപതി ഹോമം ചെയ്യുക. കുടുംബക്ഷേത്രത്തിൽ വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിക്കുക. കുംഭക്കൂറുകാർക്ക് പൊതുവിൽ കുടുംബാംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിവാഹ ബന്ധങ്ങളിലൊക്കെ ഏർപ്പെടാനും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് മംഗല്യങ്ങൾ തരപ്പെട്ട് വരുമെന്നാണ്. നമുക്കിപ്പോൾ ഒരു ആരെങ്കിലും മുഖേന്ദ്രം കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് വിവാഹ ബന്ധങ്ങൾ ഏർപ്പെടാനുള്ള സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിവാഹമൊക്കെ മുടങ്ങി നിൽക്കുകയാണെങ്കിൽ ആരെങ്കിലും വന്നിട്ട് ഒരു വിവാഹ കാര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നടത്തി വരാനും അതുപോലെ തന്നെ ഉല്ലാസയാത്രയ്ക്കൊക്കെ പോകാനും നമുക്ക് പുണ്യകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനും അതുപോലെ തന്നെ കടം കൊടുത്തിട്ടുള്ള പണങ്ങളൊക്കെ കൊടുത്ത് തിരിച്ചു കിട്ടാനും നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാകുന്ന ഒരു മാസമായിട്ടാണ് ജൂലൈ മാസത്തെ കാണുന്നത്. സാമ്പത്തിക പുരോഗതി ഉണ്ടാകുമെന്നും വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതി ഉണ്ടാകുമെന്നും തൊഴിലാളികളായിട്ടുള്ള എല്ലാവർക്കും കർമ്മരാശിയിൽ വരുന്ന ശുക്രൻ്റെ ദൃഷ്ടി കാരണം അത് പറയുന്നത്. അതാ പറഞ്ഞു. ഇനി കാരണം പറയാൻ പോയവരുടെ സമയമെടുക്കും. അപ്പം ഗൃഹത്തിൽ ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങുമെന്നൊക്കെ കാണിക്കുന്നുണ്ട്. കർമ്മപുരോഗതി ഉണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട്. മകരക്കാർക്ക് കുംഭക്കാരുടെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പം മീനക്കൂറുകാർക്ക് പറയുന്നു നിങ്ങളുടെ 4-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പം അവിവാഹിതരുടെ കല്യാണ കാര്യങ്ങൾക്ക് ഗുണകരമായിട്ട് വരും. സുഹൃത്തുക്കളുമായിട്ട് അഭിപ്രായ ഭിന്നത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും അതുപോലെ തന്നെ നമുക്ക് 4-ാം ഭാവത്തിൽ ഗൃഹത്തിൻ്റെ പണികളൊക്കെ നടക്കുമെന്നും വീട് വാഹനങ്ങളൊക്കെ മേടിക്കാനും അതുപോലെ വിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് അനുകൂലമായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും തടസ്സപ്പെട്ട് കിടക്കുന്നതെല്ലാം ഇപ്രാവശ്യം നടക്കുമെന്നും പഴയ വാഹനങ്ങളൊക്കെ മാറ്റി മേടിക്കാനൊക്കെയുള്ള പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്.
അപ്പോൾ പൊതുവിൽ നമ്മൾ ജാതകപരമായിട്ട് നോക്കുകയാണെങ്കിൽ 12 കൂറുകാർക്കും ദോഷരാശിയിൽ ഇപ്പം നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. വൃശ്ചിക കൂറുകാർക്ക് വ്യാഴം അഷ്ടമത്തിലാണ്, വിഷ്ണുപ്രീതി വരുത്തുക. മേടക്കൂറുകാർക്ക് നിങ്ങൾക്ക് 5ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതുകൊണ്ട് സന്താന സ്ഥാനത്തും മനസ്ഥാനത്തും ആയതുകൊണ്ട് ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുക. ഇടവ് കൂറുകാർക്ക് നിങ്ങൾക്ക് ദോഷസ്ഥാനത്ത് നിൽക്കുന്നത് കർമ്മരാശിയിൽ നിൽക്കുന്ന രാഹുവാണ്, നാഗപ്രീതി വരുത്തുക. 4ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതിനാൽ വീട്ടിൽ തന്നെ ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുക. മിഥുനക്കൂറുകാർക്ക് ജന്മത്തിൽ സൂര്യനും മാറുന്നുണ്ട്, സൂര്യൻ വ്യാഴം അവിടെ നിൽപ്പുണ്ട്, കർമ്മത്തിൽ ശനി നിൽക്കുന്നുണ്ട്, നീലാഞ്ജനം വിളക്ക് നടത്തുക, ശാസ്താപ്രീതി വരുത്തുക. 3ാം ഭാവത്തിൽ കേതു നിൽക്കുന്നുണ്ട്, കുടുംബദേവതാ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ കർക്കിടക കൂറുകാർക്ക് ധനസ്ഥാനത്ത് കേതുവിൻ്റെ സ്ഥിതിയുണ്ട്. കർക്കിടക കൂറുകാർക്ക് 12ലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുക, നാഗപ്രീതി വരുത്തുക, മഹാവിഷ്ണു ഭജനം ചെയ്യുക. ചിങ്ങക്കൂറുകാർക്ക് ജന്മത്തിൽ തന്നെ കേതു നിൽക്കുന്നതിനാൽ ഗണപതി ഭജനം അത്യാവശ്യമായിട്ട് വേണം. സുബ്രഹ്മണ്യ ഭജനവും ഒരുപോലെ കൊണ്ടുപോകണം. ധനപരമായിട്ടുള്ള ഇടപാടുകൾ, പുതിയ ബിസിനസ് സംരംഭങ്ങളൊന്നും ആരംഭിക്കാനേ പാടില്ല. ഈ സമയത്ത് വളരെയധികം സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോകണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജന്മത്തിൽ സഞ്ചരിക്കുന്ന കേതു ചൊവ്വയും കൂടെ ആകുമ്പം അപകടം വർദ്ധിക്കും. പക്ഷേ സൂക്ഷ്മതയോടുകൂടി ചെയ്താൽ ഒരു കുഴപ്പവും വരത്തില്ല. കാരണം ശുക്രൻ ഇവിടേക്ക് ലാഭസ്ഥാനത്ത് വ്യാഴവും നിൽപ്പുണ്ട്. നിങ്ങൾക്കുണ്ടാകുന്ന അപവാദങ്ങളെ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് കാണിക്കുന്നത്. അപ്പം കന്നിക്കൂറുകാർക്ക് കർമ്മപുരോഗതി ഉണ്ടാകുമെന്നും 7ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് നീലാഞ്ജന വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട്, നല്ലതാണ്. നമുക്ക് ജാതകപ്രകാരം 6ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് രോഗപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ആനുകൂല്യം വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. തുലാക്കൂറുകാരുടെ കാര്യം പറഞ്ഞു. 9ത്തിൽ വ്യാഴം, ശുക്രൻ അഷ്ടമത്തിലൊരു മാറുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ശനി 6ലാണ് നിൽക്കുന്നത്, ലാഭസ്ഥാനത്ത് കേതു നിൽക്കുന്നത് നല്ലതല്ല. അപ്പോൾ കേതുവിൻ്റെ ദോഷപരിഹാരമായിട്ട് ഗണപതി ഹോമം ചെയ്ത് നാഗപ്രീതി വരുത്തുക. വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിക്കുകയാണ്, ശുക്രൻ 7ാം ഭാവത്തിൽ വരുന്നുണ്ട്, നല്ലതാണ്. ശനി 5ാം ഭാവത്തിൽ നിൽപ്പുണ്ട്, കുഴപ്പമില്ല. രാഹു 4ാം ഭാവത്തിലും കർമ്മരാശിയിൽ കേതു നിൽക്കുന്നുണ്ട്. കർമ്മപുരോഗതി ഉണ്ടാകാൻ ഗണപതി ഭജനം ചെയ്യുക, സുബ്രഹ്മണ്യ ഭജനം ചെയ്യുക. ധനുക്കൂറുകാർക്ക് ദോഷപരിഹാരമായിട്ട് ഭാഗ്യസ്ഥാനത്താണ് കേതു പോയിരിക്കുന്നത്. അപ്പോൾ ഭാഗ്യസൂക്ത മന്ത്രാർച്ചന ശിവക്ഷേത്രത്തിൽ നടത്തുക, പൂളമാല ചാർത്തുക, അതുപോലെ തന്നെ ജലധാരയൊക്കെ നടത്തുക. നിങ്ങൾക്ക് 7ൽ വ്യാഴമുണ്ട്, അത് നല്ലതാണ്. ശനി 4ൽ നിൽക്കുന്നതുകൊണ്ട് ധനുക്കൂറുകാർ നീലാഞ്ജനം വിളക്ക് കത്തിക്കുക. മകരക്കൂറുകാർക്ക് നിലവിൽ അഷ്ടമത്തിൽ കേതുവും ചൊവ്വയും നിൽപ്പുണ്ട്. അത് 4ാം ഭാവാധിപനും 11 ലാഭാധിപനും 4ാം ഭാവാധിപനുമായ ചൊവ്വയാണ് നിൽക്കുന്നത്, നല്ലതല്ല. കേതു നിൽക്കുന്ന അഷ്ടമത്തിൽ നിൽക്കുന്ന നല്ലതാണെങ്കിലും ചൊവ്വ നിൽക്കുന്നത് കുറച്ച് ദോഷമാണ്. അപ്പോൾ സുബ്രഹ്മണ്യ ഭജനം ചെയ്യുക, ഭദ്രകാളി ദേവി പ്രീതി വരുത്തുക, ഗണപതി ഹോമം നടത്തുക, നാഗവഴിപാട് നടത്തുക. ശനി മകരക്കൂറുകാർ പ്രധാനമായിട്ട് വിഷ്ണു ഭജനം ചെയ്യുക, കുടുംബക്ഷേത്രത്തിൽ നാഗക്ക് പ്രീതി വരുത്തുക. കുംഭക്കൂറുകാർ നാഗപ്രീതി വരുത്തുക. അതുപോലെ തന്നെ നീലാഞ്ജനം അഷ്ടമശനി 7.5 കണ്ടകാല ശനി ഉള്ളതുകൊണ്ട് നീലാഞ്ജനം വിളക്ക് കത്തിക്കുക. അതുപോലെ തന്നെ കേതുവിൻ്റെ സ്ഥിതി നിലവിൽ നിൽക്കുന്നുണ്ട്, ഭാര്യയുടെ പേരിൽ ഗണപതി ഹോമം ചെയ്യിക്കുക. ഭാര്യയുടെ കുടുംബക്ഷേത്രത്തിൽ ഭദ്രകാളി പ്രീതി വരുത്തുക. വ്യാഴത്തിൻ്റെ സ്ഥിതി നല്ലതായിട്ട് വരുന്നുണ്ട്. മീനക്കൂറുകാർ നിങ്ങൾക്ക് ജന്മശനിയും കണ്ടകശനിയും 7.5 കണ്ടകാല ശനിയും ഒരുമിച്ച് നടക്കുകയാണ്, അതിനാൽ നീലാഞ്ജനം വിളക്ക് ഉറപ്പായിട്ട് ചെയ്യുക. 6ാം ഭാവത്തിലെ കേതുവിൻ്റെ സ്ഥിതി നമുക്ക് അപവാദങ്ങൾ, പേരുദോഷങ്ങളൊക്കെ വരാനും ശത്രുക്കൾ വർദ്ധിക്കാനും രോഗാരിഷ്ടതകളൊക്കെ വർദ്ധിക്കാനും ഒക്കെ ഉള്ള സമയമായതുകൊണ്ട് നിങ്ങൾ ഗണപതി ഹോമം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം ചെയ്യുക. നിങ്ങളുടെ തന്നെ അധിപതിയായിട്ടുള്ള ചൊവ്വ, നിങ്ങളുടെ ഭാഗ്യാധിപനും ധനാധിപതിയായിട്ടുള്ള ചൊവ്വയാണ് നിങ്ങൾക്ക് 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ചൊവ്വയുടെ രാശിമാറ്റം അടുത്ത മാസം വരുന്നുണ്ട്. അത് നിങ്ങളുടെ ഇപ്പോൾ നിൽക്കുന്ന ചൊവ്വയുടെ ദോഷം മാറാനായിട്ട് സുബ്രഹ്മണ്യ ഭജനം ചെയ്ത് പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും കാര്യം പറഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. ഈ വീഡിയോ ഇടയ്ക്ക് കട്ട് ചെയ്ത് നമ്മുടെ ഇവിടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നവർക്ക് പണി കൊടുക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജോലി ഇല്ലാതിരിക്കുകയാണ്. കാരണം ഒറ്റ ടേക്കിലാണ് ഞാൻ എല്ലാ വീഡിയോസും എടുക്കുന്നത്. അതുകൊണ്ട് അവരെ പറഞ്ഞു വിടാൻ പോകാൻ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്കും പ്രശ്ന പരിഹാരം നിങ്ങളെ പറഞ്ഞൊന്നും വിടത്തില്ല, നിങ്ങൾക്ക് വേറെ ജോലി തരാം. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കയറ്റുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി എൻ്റെ വീഡിയോയ്ക്കകത്ത് വളരെ കുറവാണ്. ഒറ്റയടിക്ക് അങ്ങ് വീഡിയോ പറയുകയാണ്. ഇത്രയും വീഡിയോയും ഒരുമിച്ചാണ് എടുത്തിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ നാക്ക് പിഴ നമ്മുടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ. അപ്പം അത് നിങ്ങൾ സദയം ക്ഷമിക്കുക. നന്ദി, നമസ്കാരം.